ബഹുമാനപ്പെട്ട അധ്യക്ഷൻ KMAയുടെ പ്രസിഡന്റ് CBB പുന്നൂരാൻ, പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതൻ ശ്രീ K. ശ്രീനിവാസൻ, പ്രിയങ്കരനായ ശ്രീ ജോൺസൺ മാത്യു, ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എൻ്റെ ഏറ്റവും പ്രിയങ്കരനായ സുഹൃത്ത് ശ്രീ ശ്രീനിവാസനാണ് എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചത്. അപ്പോൾ എന്നോട് നിർബന്ധമായിട്ട് പറഞ്ഞു മലയാളത്തിൽ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഒന്ന്. രണ്ട്, അദ്ദേഹം എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്നോട് എത്രമാത്രം സ്നേഹവും വാത്സല്യവും പ്രതീക്ഷയും എന്നെക്കുറിച്ചുണ്ട് എന്നെനിക്ക് മനസ്സിലായി. സത്യത്തിൽ ഞങ്ങൾ വളരെ കുറച്ചാണ് ഈ നല്ല വാക്കുകൾ കേൾക്കാറുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്നെക്കുറിച്ച് ആരെങ്കിലും നല്ല പറഞ്ഞു, ഒരു സുഖം കിട്ടും. പക്ഷേ അതേ അവസരത്തിൽ നമ്മുടെ തോളുകൾക്ക് ഭാരം വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. നമ്മളറിയാതെ നമ്മളെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ വർദ്ധിക്കുമ്പോൾ ആ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ നമ്മൾ തയ്യാറാണ്. എനിവേ, ഐ ആം വെരി മച്ച് പ്രിവിലേജ് ടു ബി ഹിയർ ആൻഡ് ടു ഹാവ് എ ലെക്ചർ ഓൺ ദിസ് സബ്ജക്റ്റ്. സത്യത്തിൽ കേരളത്തിൻ്റെ ഇക്കോണമി എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ യുണീക്കായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. കാരണം നമ്മുടെ പ്രത്യേകതകൾ എന്താണ്? കേരളത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ആദ്യം പറയുന്ന കാര്യം, നമുക്ക് 100% ലിറ്ററസി അല്ലേ. നമ്പർ 2, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. പണ്ട് നമ്മൾ പറഞ്ഞിരുന്നത് യൂറോപ്യൻ സ്റ്റാൻഡേർഡാണ്. ഞാൻ അതിലേക്ക് വരാം. ഒരു 20 വർഷം മുമ്പ് പറഞ്ഞിരുന്നത് യൂറോപ്യൻ സ്റ്റാൻഡേർഡാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, പ്രത്യേകിച്ച് പ്രൈമറി ഹെൽത്ത്, പ്രൈമറി എഡ്യൂക്കേഷൻ, ഇതെല്ലാം. മൂന്നാമത് ഉള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട എക്കോണമിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് റെമിറ്റൻസ് ആണ് അല്ലേ. ഇതെല്ലാം വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലമാണ്. ലിറ്ററസി അല്ല, മറ്റ് രണ്ട് കാര്യങ്ങൾ. അതായത് റെമിറ്റൻസിൻ്റെ വിഷയവും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സും വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലമാണ്. നമ്മുടെ ചാലഞ്ചസ് എന്താണ്? നമ്മുടെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള നമ്മുടെ ഭാഗം എന്താണ്? ഒന്ന്, നമ്മളൊരു അഗ്രികൾച്ചറൽ സ്റ്റേറ്റ് ആണോ? ആണെന്ന് പറയാൻ പറ്റും. അല്ല. ഇൻഡസ്ട്രിയൽ സ്റ്റേറ്റ് ആണോ? അതുമല്ല. പിന്നെ എല്ലാവരും ചോദിക്കും, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന്. ഇക്കോണമിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് റെമിറ്റൻസ് തന്നെയാണ് അല്ലേ. റെമിറ്റൻസ് തന്നെയാണ്. അപ്പോൾ വളരെ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ കുറേ വർഷങ്ങളായി ഇതിൽ നിന്നൊരു മാറ്റം ആഗ്രഹിക്കുന്നില്ല. ഞാൻ മാറി മാറി വന്ന ഗവൺമെൻറ്റുകളെ കുറിച്ചാണ് പറയുന്നത്. എല്ലാവരും വിമർശനത്തിന് വിധേയരാണ്. നിലവിലിരിക്കുന്ന ഗവൺമെൻറ് മാത്രമല്ല, മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ. അതായത് ഒരു കേരളത്തെക്കുറിച്ചൊരു പെർസ്പെക്റ്റീവ് നമുക്കുണ്ടാകണം എപ്പോഴും. ഇക്കോണമിയാണല്ലോ ഏറ്റവും പ്രധാനം. 2030 കേരളം എന്തായിരിക്കണം, 2040 കേരളം എന്തായിരിക്കണം, 2050 കേരളം എന്തായിരിക്കണം എന്നുള്ള ഒരു വിഷൻ നമുക്കുണ്ടാകണം, ഒരു പെർസ്പെക്റ്റീവ് നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. എന്നിട്ട് ആ ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ ചാർട്ട് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇക്കോണമിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് കൺസ്യൂമർ ഓറിയൻറ്റഡ് ആണ്. കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് കേരളം. ശരിക്കും പറഞ്ഞാൽ ഒരു ടൂത്ത് പേസ്റ്റ് പോലും കേരളത്തിൽ മര്യാദയ്ക്ക് ഉണ്ടാക്കുന്നില്ല. എല്ലാ സാധനങ്ങളും കേരളത്തിലേക്ക് വരികയാണ്, മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വരികയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൺസ്യൂമർ സ്റ്റേറ്റുകളിൽ ഒന്നാണ് കേരളം. ഇത്രമാത്രം സാധനങ്ങൾ ഔട്ട്സൈഡ് സ്റ്റേറ്റിൽ നിന്നും വിദേശത്തു നിന്നും വരുന്ന ഒരു സ്ഥലം വേറെയില്ല. നമുക്കൊന്നും ഉണ്ടാക്കാൻ ഇഷ്ടമല്ല, എല്ലാം നമ്മൾ ഉപയോഗിക്കാനാണ് ഇഷ്ടം. ഇത്രയും വലിയ കൺസ്യൂമേഴ്സ്, ഇപ്പോൾ മാർക്കറ്റിംഗ് മാനേജേഴ്സൊക്കെ ഇവിടെ ഉണ്ടാവും ഇല്ലേ, ഒരുപാട് പേരുണ്ടാവും. ഇത്രയും നല്ല മാർക്കറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സ്ഥലം കേരളം പോലെ വേറെയില്ല. നിങ്ങൾ ഒരു സാധനം ഒരു 15 സെക്കൻഡ് ഒരു പരസ്യം ഒരു TV കാണിച്ചാൽ അത് മാങ്ങയാണോ ചക്കയാണോ ഒന്നും നോക്കാതെ അപ്പം തന്നെ ഓർഡർ വരും മേടിക്കാൻ. ഇത്രയും വലിയ കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് വേറെ ഇല്ല. നമ്മുടെ ഒരു ഫീച്ചറാണ്. ഞാൻ പറയും, നമ്മുടെ വീടുകളിലെല്ലാം ആവശ്യമായ സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് നമ്മൾ എഴുതുക. ഇതുപോലത്തെ ഒരു പേപ്പറിൽ എഴുതാൻ പറ്റും. ഇനി നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് എഴുതുക. ഒരു 5-6 പേജ് വേണ്ടി വരും. നമ്മളെല്ലാവരും, എൻ്റെ അടക്കം നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ നമ്മുടെ ഒരു കൺസ്യൂമർ കൾച്ചറാണത്. ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അറിയുന്നത് എന്തുമാത്രം സാധനമാണ് ആവശ്യമില്ലാത്തത്, അവിടെ കുറേ കളയും. അടുത്ത വീട്ടിൽ നിന്ന് മൂന്നാമത്തെ വീട്ടിലേക്ക് പോകുമ്പോൾ അതിനേക്കാൾ കൂടുതൽ സാധനം എന്ത് കിട്ടിയാലും നമ്മൾ വാങ്ങിക്കും. എന്ത് സാധനം കിട്ടിയാലും വാങ്ങിക്കും.
പിന്നെ നമുക്ക് ഫാമിലി ബഡ്ജറ്റ് ഇല്ല. നമ്മൾ അടുത്ത വീട്ടിൽ കല്യാണത്തിന് 25,000 രൂപയുടെ സാരി വാങ്ങിച്ചാൽ നമ്മൾ 30,000 രൂപയുടെ സാരി വാങ്ങിക്കും. അടുത്ത വീട്ടിലൊരു വലിയ ഫ്രിഡ്ജ് വാങ്ങിച്ചാൽ നമ്മുടെ ഫ്രിഡ്ജ് നല്ലതാണെങ്കിലും ആ ബ്രാൻഡ് ഫ്രിഡ്ജ് നമ്മൾ മേടിക്കാൻ നോക്കും. നമുക്ക് അങ്ങനെയുള്ള ചില ഒരു കൺസ്യൂമർ കൾച്ചർ വല്ലാതെ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര ബുദ്ധിമാന്മാരാണ്. പക്ഷേ മാർക്കറ്റിങ്ങിൽ പ്രവർത്തിക്കുന്നവർക്കറിയാം ഏറ്റവും ബുദ്ധി പറഞ്ഞ ആളുകളാണ്, ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പറ്റുന്ന എന്തും വാങ്ങിപ്പിക്കാൻ കഴിയുന്ന ആളുകളാണ് നമ്മളെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ കേരളത്തിന് ഇപ്പോൾ GST, ഞാൻ എപ്പോഴും പറയുന്നത് ദ പ്രൈം ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ടു കളക്ട് ടാക്സ്. സെക്കൻഡറി ഡ്യൂട്ടിയാണ് നമ്മൾ ലെജിസ്ലേറ്റീവ് വെൽഫെയർ മെഷേഴ്സും അതുപോലെ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസും ചെയ്യുക. പൈസ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. ടാക്സ് പണ്ട് രാജാക്കന്മാരുടെ ഭരണകാലം മുതൽ ഭരണകൂടങ്ങളുടെ എല്ലാവരുടെയും ആദ്യത്തെ ഡ്യൂട്ടി ടാക്സ് കളക്ട് ചെയ്തിട്ട് വെൽഫെയർ മെഷേഴ്സും ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസും ചെയ്യുക. പൈസ ഇല്ലാതെ നമ്മൾ പ്രോജക്റ്റുകളെ കുറിച്ച് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പ്രൈം ഡ്യൂട്ടി ടാക്സ് കളക്ട് ചെയ്യുക. ഇപ്പോൾ GST വന്നു. GST വന്നു കഴിഞ്ഞപ്പോൾ GST എന്താണ്? കൺസ്യൂമർ പോയിന്റിലാണ് GSTയുടെ ടാക്സ് കിട്ടുന്നത്. നേരത്തെ ഇതിനു മുമ്പുണ്ടായിരുന്ന സിസ്റ്റത്തിൽ അങ്ങനെയല്ല. വാറ്റിൽ മാനുഫാക്ചറിങ് സെക്ടറിലെ തുടക്കത്തിലാണ് ടാക്സ്. അപ്പോൾ കേരള വുഡ് ഹാവ് ബീൻ ദ നമ്പർ 1 സ്റ്റേറ്റ്, ബെനഫിഷ്യൽ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. കേരളത്തിന് കാരണം ഇത്രയും വലിയ കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. കേരളമാകണമായിരുന്നു നമ്പർ 1 ടാക്സ് കളക്ഷൻ. ഈ GST കൊണ്ടുവന്നതിൻ്റെ ഏറ്റവും വലിയ ബെനഫിഷ്യറി കേരളമായിരുന്നു. ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്. പഠിച്ചവരെല്ലാവരും അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തവർ എല്ലാവരും അങ്ങനെയാണ് വിചാരിച്ചത്. ഒരു 30% ഗ്രോത്ത് ടാക്സിൽ എല്ലാ വർഷവും GSTയിൽ ഗ്രോത്ത് ഉണ്ടാവും എന്നാണ് നമ്മൾ കരുതിയത്. ഗ്രോത്ത് എനിക്കറിയാം ആവറേജ് ബിലോ 10% ആണ്, അല്ലേ? ബിലോ 10% ആണ് ആവറേജ്. പല മാനുഫാക്ചറിങ് സ്റ്റേറ്റുകളും നമ്മളെക്കാൾ കൂടുതൽ ടാക്സ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വർഷം ഈ മാസത്തെ കൂടി കമ്പയർ ചെയ്ത് നോക്കി. ഇന്ത്യയിലെ മറ്റു പല സ്റ്റേറ്റ് മാനുഫാക്ചറിങ് സ്റ്റേറ്റ് അവർക്ക് അന്ന് നല്ല ലാഭമായിരുന്നു. അപ്പം നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്? നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റാത്തത്? ഞാൻ തോമസ് ഐസക്ക് ധനകാര്യ മന്ത്രിയായിരുന്ന സമയത്ത് അപ്പോഴാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. അപ്പം ഞാൻ ചെക്ക് പോസ്റ്റിലൊന്നുമില്ല, ചെക്കിംഗ് ഇല്ല, ക്യാമറ ഇല്ല, ഒന്നുമില്ല. ആളുകൾ ഇഷ്ടം പോലെ സാധനങ്ങൾ കൊണ്ടുവന്ന് നാട്ടിൽ വിൽക്കാൻ തുടങ്ങി. നമ്മൾ വാച്ച് ചെയ്യുമല്ലോ, B2B ബിസിനസ്സും B2C ഉണ്ട്. ഇപ്പം ഞാനൊരു 5000 സ്ക്വയർ ഫീറ്റ് വീട് വെച്ചാൽ ഞാൻ 5000 സ്ക്വയർ ഫീറ്റ് ടൈൽസ് കൊണ്ടുവരുന്നത് കർണാടകത്തിൽ നിന്നാണ്. ടാക്സ് ഇല്ലാതെ അവിടെ കൊണ്ടുവന്ന് വിൽക്കും. B2B ബിസിനസ് ഉണ്ട്, വേറെ ആളുകൾ ഇത് വാങ്ങിച്ചു കൊണ്ടുവന്ന് ടാക്സ് കൊടുക്കാതെ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കും. അപ്പം ഞാൻ ഐസക്ക് വളരെ കാഷ്വലായിട്ടൊരു മറുപടി പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ എപ്പോഴും ഡിബേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. ഐസക്ക് പറയാം, അതിനെന്താ കുഴപ്പം? നമ്മൾ കോമ്പൻസേഷൻ കിട്ടും, 14% ആണ് അതിൻ്റെ റവന്യൂ ന്യൂട്രൽ റേറ്റ്. 14% വരെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ആ ബാക്കിയുള്ള ഗ്യാപ്പ് നമുക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കിട്ടും. അന്ന് ഞാൻ 2 പോയിന്റ് പുള്ളിയോട് പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൊണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ കാര്യം, നമ്മളൊരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഒരു പുതിയ സിസ്റ്റമാണ്, പുതിയ ടാക്സ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം തുടക്കകാലത്ത്, അല്ലേ? ആ സിസ്റ്റത്തെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം, ആ സിസ്റ്റം വൈസ് ചെയ്യണം, ആ വിഷയം, ആ സാധനം. ആ സമയത്ത് നമ്മൾ ഒരു ലൂപ്പ് ഹോൾസും ഉണ്ടാകരുത്, ഒരു ലീക്കേജ് ഉണ്ടാകരുത്. കറക്റ്റായിട്ട് നോക്കണം, നമ്പർ 1. ഇല്ലെങ്കിൽ ഇത് മുമ്പോട്ട് പോകും. നമ്പർ 2, 5 കൊല്ലം കഴിഞ്ഞാൽ കോമ്പൻസേഷൻ തീരും. സെൻട്രൽ ഗവൺമെൻറ് പിന്നെ കോമ്പൻസേഷൻ കൊടുക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും 5 വർഷം കഴിഞ്ഞാൽ? മൂന്നാമത്തെ കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഏത് ഗവൺമെൻറ്റും ചെയ്യേണ്ട കാര്യമാണ്. ഒരുത്തം കൊണ്ടുവന്ന് തോന്നിയ പോലെ വിൽക്കുകയാണ് ടൈൽസ് എല്ലാം. ഞാൻ ടൈൽസിൻ്റെ ഉദാഹരണം പറഞ്ഞു. അത് മാത്രമല്ല, എല്ലാ സാധനവും വിൽക്കുകയാണ്. വേറെ കുറേ മനുഷ്യർ വാടക കൊടുത്ത്, ഒരു കടയിട്ട്, ഇലക്ട്രിസിറ്റി ചാർജ് കൊടുത്ത്, വാട്ടർ ചാർജ് കൊടുത്ത്, വേറെ എംപ്ലോയീസിനെ വെച്ച് ടാക്സ് സർക്കാരിലേക്ക് അടച്ച് ഒരു ജെനുവിൻ ടാക്സ് പെയർ അവിടെ കച്ചവടം നടത്തുന്നുണ്ട്. അവൻ പൂട്ടിപ്പോവും, ഇല്ലേ? അവൻ പൂട്ടിപ്പോവും. മനസ്സിലായേ? വേറൊരുത്തൻ കൊണ്ടുവന്ന് ഷെയ്ഡി ബിസിനസ് നടത്തുമ്പോൾ, ടാക്സ് കൊടുക്കാതെ വേറൊരാൾ കച്ചവടം നടത്തുമ്പോൾ, ഒരു ജെനുവിൻ ടാക്സ് പെയർ ഉറപ്പായിട്ടും മറ്റവൻ ലാഭം ഉണ്ടാക്കുമ്പോൾ ഇവിടെ എല്ലാം മാർക്കറ്റ് ഒന്ന് തന്നെയല്ലേ? ഇയാളുടെ ബിസിനസ്സല്ലേ പോകുന്നത്, ഇയാൾ പൂട്ടിപ്പോവും. ഈ ജെനുവിൻ ടാക്സ് പെയറിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ജോലിയാണ്, ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. ഞാൻ
ഏത് ജെന്യുവിൻ ടാക്സ് പെയർ ആണെങ്കിലും ഇപ്പോൾ ചില സെക്ടറിന് ചില സമയത്ത് ഇഷ്യൂസ് ഉണ്ടാവും. നമ്മളപ്പോൾ പറയും വെന്റിലേറ്റർ കൊടുക്കണമെന്ന് പറയും. നമ്മൾ ഇപ്പം ആശുപത്രി കൊടുക്കുന്ന വെന്റിലേറ്റർ അല്ല. ഇപ്പം ആശുപത്രി കൊടുക്കുന്ന വെന്റിലേറ്റർ വേറൊരുത്തം വന്നാലേ ഇവനെ മാറ്റുള്ളൂ. ഇതിനകത്ത് ശരിക്കും വെന്റിലേറ്റർ കൊടുക്കണം എന്തിനാ? ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? ആ പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ വെന്റിലേറ്ററിൻ്റെ ആവശ്യമുണ്ട്. ആ സിറ്റുവേഷൻ ഓവർകം ചെയ്താൽ അയാൾ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരും. അതാണ് വെന്റിലേറ്റർ കൊടുക്കണം. ഇപ്പോൾ വെന്റിലേറ്റർ എന്നുള്ള പ്രയോഗം തന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ആൾ പോയാലേ ഇയാൾ പോയാൽ എങ്ങനെ പാസ്പോർട്ട് മേടിച്ച് പോയാലേ അല്ല അടുത്ത ആൾ വരും. ഇല്ലെങ്കിൽ അടുത്ത ആൾ വരുമ്പോൾ വീട്ടുകാരോട് പറയും ഇതൊന്ന് മാറ്റിക്കോട്ടെ എന്ന് ചോദിക്കും. അടുത്ത ആൾ റെഡിയായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. അതുവരെ ചോദിക്കില്ല വീട്ടുകാരോട്. അതല്ല, ആ വെന്റിലേറ്റർ അല്ല, ഈ വെന്റിലേറ്ററാണ്. അത് കൊടുത്ത് അവരെ പ്രൊട്ടക്ട് ചെയ്യണം. ഇപ്പോൾ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ആണ് ഗ്ലോബൽ റിസഷൻ നടക്കുന്നത്. ഭയങ്കര ഇഷ്യൂ ഉണ്ടായി. എക്സ്പോർട്ടേഴ്സിന് ഭയങ്കര ഇൻസെൻറ്റീവ്സ് പ്രഖ്യാപിച്ചു, 5 ലക്ഷം കോടിയേറ്റ്. അപ്പം ഭയങ്കര ആക്ഷേപം, ആരോപണം. ഈ വലിയ ഗ്ലോബൽ റിസഷൻ്റെ കാലത്ത് എക്സ്പോർട്ടേഴ്സിന് സഹായിച്ചിരിക്കുന്നു, വലിയ ആളുകളെ സഹായിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളൊരു പാർട്ടി മീറ്റിങ്ങിൽ വെച്ച് ഞാൻ അദ്ദേഹത്തോട് ഇത് റേസ് ചെയ്തു. അത് ഞാൻ ACC ഇതിൽ ഉള്ള സമയത്ത് ഞാൻ ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞൊരു മനോഹരമായ മറുപടി ഉണ്ട്. അതാണ് എൻ്റെ ഈ പോയിന്റ്. അദ്ദേഹം പറഞ്ഞു, ഗ്ലോബൽ റിസഷൻ വരുമ്പോൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും പർച്ചേസിങ് പവർ പോകും. പർച്ചേസിങ് പവർ പോയാൽ ആദ്യം അവർ ചെയ്യുന്നത് ഓർഡേഴ്സ് ക്യാൻസൽ ചെയ്യാണ്. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പോർട്ട് ഓർഡർ ഒരു 80 ചിലപ്പോൾ 100% വരെ ക്യാൻസലേഷൻ വരുവാണ്. അപ്പോൾ ഇത് കെട്ടിക്കിടക്കുവാണ്. അപ്പോൾ എക്സ്പോർട്ടേഴ്സ് എന്ത് ചെയ്യും? ഭയങ്കര ക്രൈസിസിലായി. ഇവരുടെ സാധനങ്ങൾ മുഴുവൻ നിൽക്കുകയാണ്. ഇവരിവിടെ നിന്ന് വാങ്ങിക്കുകയാണ്, ഇവർക്ക് അയക്കാൻ പറ്റുന്നില്ല. ഈ സമയത്ത് നമ്മൾ അവരെ സഹായിക്കണം. അദ്ദേഹം പറഞ്ഞു, ഈ സമയത്ത് അവരെ ബുദ്ധിമുട്ടിക്കാതെ അവർക്ക് പിടിച്ചു നിൽക്കാൻ, ഈ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. മാത്രമല്ല, ഈ ഗ്ലോബൽ റിസഷൻ ഉണ്ടായത് ഒരു ചെയിനായിട്ടാണ്. അതറിയാമല്ലോ, അമേരിക്കയിലെ ഈ റിയൽ എസ്റ്റേറ്റിൽ വന്ന തകർച്ചയാണ്. അപ്പോൾ ഹൗസിംഗ് ലോൺ മേടിക്കും. അപ്പോൾ $10 ലക്ഷം ഞാൻ ലോൺ മേടിച്ചു. സാധാരണ അവിടെ ഇത് വിറ്റിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോയി, അടുത്ത സ്റ്റേറ്റിൽ പോയി പുതിയത് മേടിക്കും. അവിടെ ഒരു ഇൻഡസ്ട്രിയാണ്, ശ്രീനിവാസനൊക്കെ അറിയാം. ഇതിങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പോൾ പെട്ടെന്ന് റിയൽ എസ്റ്റേറ്റ് തകർന്നു പോയപ്പോൾ ഈ $10 ലക്ഷം ലോൺ കൊടുത്ത ഈ വീടിൻ്റെ റേറ്റ് ഒരു $3 ലക്ഷം. അപ്പോൾ ഓൻ പറഞ്ഞ് ബാങ്കിനോട് എടുത്തോളാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഇവൻ പൈസ അടയ്ക്കുന്നതാണ്. അപ്പോൾ ഹൗസിംഗ് ബാങ്ക്സ് കംപ്ലീറ്റ് പ്രശ്നത്തിലായി. ഹൗസിംഗ് ബാങ്ക്സ് ഇതെടുത്താലും $10 ലക്ഷം കൊടുത്തിട്ട് 3 ലക്ഷത്തിലെടുത്താൽ ഉടനെ തന്നെ ഈ ഹൗസിംഗ് ബാങ്കുകളെ ഫിനാൻസ് ചെയ്യുന്ന ഡെറിവേറ്റീവ് ബാങ്കുകളുണ്ട്, അതിൻ്റെ മീതെയുള്ള ബാങ്കുകൾ, ആ ബാങ്കുകൾ കംപ്ലീറ്റ് തകർന്നു. ആ ബാങ്കുകൾ തകർന്നപ്പോൾ അതിൻ്റെ മീതെ അവരെ ഇൻഷുർ ചെയ്യുന്ന ലേമാൻ ബ്രദേഴ്സ് പോലുള്ള ഇൻഷുറൻസ് കമ്പനികൾ തകർന്നു. ചെയിനാണിത്. അപ്പോൾ മൻമോഹൻ സിംഗ് പറഞ്ഞു, എക്സ്പോർട്ട് തകർത്തരിപ്പണമായാൽ നമ്മുടെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി കൂടി പൊളിയും. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി പൊളിഞ്ഞാൽ മാനുഫാക്ചറേഴ്സിനെ ഫിനാൻസ് ചെയ്തിരിക്കുന്ന ബാങ്കുകൾ പൊളിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട, ഇന്ത്യൻ ഇക്കോണമി കംപ്ലീറ്റ് തകർന്നു. അതാണ് ആ ടൈമിൽ കൊടുക്കുന്ന വെന്റിലേറ്റർ എന്ന് പറയുന്നത്, പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന വെന്റിലേറ്റർ. ഇത് കൊടുക്കണം. അപ്പോൾ ഈ പറയുന്ന ഈ ജെനുവിൻ ടാക്സ് പെയറെ നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഇക്കോണമി എങ്ങനെ മുമ്പോട്ട് പോകും? അപ്പോൾ ഓരോ സെക്ടറിനെയും നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ഓരോ സെക്ടറിലും ഓരോ സമയത്തുണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണ്, അവരുടെ മാർക്കറ്റ് എന്താണ്, അവരുടെ മാനുഫാക്ചറിങ് സെക്ടറിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ഇക്കോണമിയിൽ അങ്ങനത്തെ ഒരു സംഭവമില്ല. ഇപ്പോൾ GST വന്നുകൊണ്ട് കൊള്ളാം. പണ്ടാണെങ്കിൽ ടാക്സ് കൂട്ടുന്നത് എങ്ങനെയാണ് പറയും, മന്ത്രിമാർ ഒരു 100 കോടി രൂപയുടെ ആവശ്യമുണ്ട്. അപ്പോൾ തന്നെ ഗവൺമെൻറ് സെക്രട്ടറി ഒരു 5% ടാക്സ് ഉള്ളതിന് 10% ടാക്സ് ആക്കും. മാർക്കറ്റ് പഠിക്കാതെ ടാക്സേഷൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. 5% ടാക്സ് എന്ന് പറയുമ്പോൾ, ഞാനൊരു ബിസിനസ് നടത്തുകയാണ്, ഇൻഡസ്ട്രി നടത്തുക, ഞാൻ 5% ടാക്സ് മര്യാദയ്ക്ക് അടച്ച് നന്നായി നടത്തിക്കൊണ്ടുപോകാം. അപ്പോഴാണ് 10% ടാക്സ് ആക്കുന്നത്, 1 ഫൈൻ മോർണിംഗ്. അപ്പോൾ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല 10% ടാക്സ്. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഞാൻ നേരത്തെ അടച്ചിരുന്ന 5 കൂടി അടയ്ക്കില്ല. ഞാൻ ടാക്സ് ഇവേഷനുള്ള മാർഗങ്ങൾ, മലയാളി ആയതുകൊണ്ട് ഉടുക്കുന്ന ബുദ്ധിയാണ്, പല കാര്യങ്ങൾ ആലോചിക്കും. ടാക്സ് ഇവേഷനുള്ള മാർഗങ്ങൾ ആലോചിച്ച് നേരത്തെ കിട്ടിയിരുന്ന 5% പോലും ഇപ്പം കിട്ടാതെ സ്റ്റേറ്റ് ലോസ് വരും. ഉദാഹരണം പറയാം, 2 വർഷം മുമ്പാണ് പെട്രോളിയം സെസ് ഏർപ്പെടുത്തി അസംബ്ലിയിൽ. അപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുന്നു. അവിടെ കൂടുമ്പോൾ എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും ഹാപ്പിയാണ്. എന്താ,
എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റും വിമർശിക്കും സെൻട്രൽ കൂട്ടുന്നതിന്. അതിൻ്റെ ഒരു ഷെയർ സ്റ്റേറ്റിനും കിട്ടുന്നുണ്ട്. ശരിക്കും സ്റ്റേറ്റ് ഗവൺമെൻറ് എല്ലാ ഞാൻ ഫിനാൻസ് മിനിസ്റ്ററാണെങ്കിൽ ഹാപ്പിയാണ്. കാരണം സ്റ്റേറ്റിൻ്റെ ഷെയർ കൂടി കൂടും. അതിൻ്റെ ഇടയിലാണ് സെസ് കൂടി കൂട്ടിയത്. ഞാൻ പറഞ്ഞു നോ, കൂട്ടരുത് നിങ്ങൾ. കാരണം കേരളം കൺസ്യൂമർ സ്റ്റേറ്റാണ്. നമ്മൾ കാറിലും ബൈക്കിലും അടിക്കുന്ന പെട്രോളും ഡീസലും ഒന്നുമല്ല, ഇങ്ങോട്ട് വന്ന ട്രക്കുകളാണ് ഏറ്റവും ബൾക്കായിട്ട് കേരളത്തിൽ നിന്ന് കൺസംഷൻ. ഞാൻ പറയും ഇവർ ഇത്രയും പൈസ ഇവിടെ കൂട്ടിയാൽ തമിഴ്നാട്ടിലെ, പോണ്ടിച്ചേരിയിലെ, കർണാടകത്തിലെ, ബോർഡർ സ്റ്റേറ്റിലെ എല്ലാം റേറ്റ് പറഞ്ഞു. പറഞ്ഞു ഇവർ ഇതുകൂടി കൂട്ടിയാൽ ഇവരിവിടെ നിന്ന് അടിക്കില്ല എന്ന് കളിയാക്കി. ഞാൻ എന്ത് വെച്ചാൽ നോക്കിയിരുന്നു കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ വർഷം നോക്കിക്കഴിഞ്ഞപ്പോൾ 1.5 കോടി ലിറ്ററിൻ്റെ കൺസംഷൻ കുറഞ്ഞു. ഇങ്ങോട്ട് തന്നെ ട്രക്കെല്ലാം മാഹിയിൽ നിന്ന് അടിക്കും, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിൽ നിന്ന് അടിക്കും, അല്ലെങ്കിൽ മംഗലാപുരത്ത് നിന്ന് അടിക്കും. അപ്പം നേരത്തെ നമുക്ക് കിട്ടിയിരുന്ന ഷെയർ ഉണ്ടല്ലോ, സെൻട്രൽ ടാക്സിൻ്റെ ഷെയർ ഉൾപ്പെടെയുള്ള ടാക്സ് താഴോട്ട് വരും. അപ്പോൾ ഒരു ടാക്സേഷൻ എന്ന് പറയുന്നത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. നമ്മൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്ത്, സെക്ടർ സ്റ്റഡി ചെയ്ത് മാത്രം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. എന്തുപറ്റി കേരളത്തിന് 10% കുറയാൻ കാര്യം? വാറ്റിൽ നിന്ന് GSTയിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ എൻറ്റയർ സിസ്റ്റം ഹാസ് ബീൻ ചേഞ്ച് അല്ലേ? വാറ്റിൻ്റെ സിസ്റ്റം വേറെ, GST. കേരളത്തിൽ അതനുസരിച്ച് ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം റീസ്ട്രക്ചർ ചെയ്തില്ല. ഐ ഹാവ് ബീൻ ഡിമാൻഡിങ് ഫോർ ദ ലാസ്റ്റ് 5 years ഫോർ എ ചേഞ്ച്, സ്ട്രക്ചറൽ ചേഞ്ച്. നോ, ഇതുവരെ ചെയ്തിട്ടില്ല. 10,000 പേര് GST ഡിപ്പാർട്ട്മെൻറ്റിൽ വെറുതെ ഇരിക്കുക, ചുമ്മാ ഇരിക്കുക, ടാക്സ് കളക്ട് ചെയ്യുന്നില്ല. നിങ്ങളിനി വേറൊരു കാര്യം പറഞ്ഞാൽ, ഒരു 5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാനൊരു ആക്ഷേപം ഉന്നയിച്ചു. നമ്മൾ ഒരു വർഷം 5000 കോടി രൂപ IGSTയിൽ നഷ്ടപ്പെടുകയെന്ന് പറഞ്ഞു കേരളം. എന്താ IGST? നമ്മൾ തമിഴ്നാട്ടിൽ നിന്നൊരു സാധനം വാങ്ങിച്ചു, അവിടെ ടാക്സ് കൊടുത്തു, ഇവിടെ കൊണ്ടുവന്നത് വിറ്റു, അതിലൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം, അവിടെ നമ്മൾ ടാക്സ് കൊടുത്തതായിട്ട്, ഇവിടെ നമ്മൾ ടാക്സ് മേടിച്ചാൽ. അപ്പോൾ അത് ശരിക്കും ആ റിട്ടേൺ സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് കൊടുത്താൽ സെൻട്രൽ പൂളിലേക്കാണ് ആ പൈസ പോകുന്നത്, അവിടെ അടച്ച ടാക്സ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് അത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ അത് റീഇംബേഴ്സ് ചെയ്യും സ്റ്റേറ്റ് ഗവൺമെൻറ്. നമ്മളിത് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു 5 കൊല്ലം കൊണ്ട് നിങ്ങൾ 25,000 കോടി രൂപയുടെ നഷ്ടം IGST ഇനത്തിൽ സ്റ്റേറ്റ് വരുത്തിയെന്ന് പറഞ്ഞു. ഞാൻ സ്റ്റേറ്റ് ഇക്കോണമിയെ കുറിച്ചാണ്, സ്റ്റേറ്റ് വരുത്തിയെന്ന്. അപ്പം എന്നെ എല്ലാവരും കളിയാക്കി. 25,000 കോടിയാണ്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരിലുള്ള കോൺഫിഡൻസ് ആണ്. ഉദ്യോഗസ്ഥന്മാർ ഇത് ചെയ്യാതിരിക്കുമോ? പ്രോപ്പറായിട്ടുള്ള റിട്ടേൺ സമർപ്പിക്കാതിരിക്കുമോ? പ്രോപ്പറായിട്ടുള്ള ഫോം നമ്പർ അനുസരിച്ചുള്ള ചെയ്യാതിരിക്കുമെന്നോ? ഞാനാകെ വഷളായി. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാഗ്യത്തിന് ഗുലാത്തി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ടാക്സിനെ കുറിച്ച് കേരളത്തിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവരൊരു സ്റ്റഡി റിപ്പോർട്ട് കൊടുത്തു. അവർ പറഞ്ഞു 25,000 കോടി രൂപ സ്റ്റേറ്റ് IGSTയിൽ നഷ്ടപ്പെടുത്തി, പ്രോപ്പറായിട്ടുള്ള പ്രൊസീജിയർ ഫോർമാലിറ്റീസ് കംപ്ലൈ ചെയ്യാത്തതുകൊണ്ട്. ഇപ്പോൾ സെൻട്രൽ പൂൾ എന്ത് ചെയ്യുന്നറിയാമോ? സെൻട്രൽ പൂൾ ഇത് കിട്ടാത്തതുകൊണ്ട് ആ പൈസ അധികം നാൾ കാത്തു വയ്ക്കില്ല. അവർ തന്നെ എടുക്കും, ഇല്ലെങ്കിൽ അവർ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്നാണ് വെപ്പ്. ആ കാശ് നമുക്ക് കിട്ടാതെ പോയി. ഇപ്പോൾ 7 കൊല്ലമായിട്ട് 35,000 കോടി രൂപ സ്റ്റേറ്റ് എക്സ്ചക്കറിന്. ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും നോക്കുന്നത് എന്താണ്? നമ്മൾ ലീക്കേജ് അല്ലേ എപ്പോഴും നോക്കുന്നത്? ലീക്കേജ് അല്ലേ? ലീക്കേജ് ആണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും. ഇപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡിനെ ലാഭത്തിലാക്കാൻ നോക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? പവർ പിൽഫറേജ്. അതാണ് ഇവിടെ ചെയ്യുന്നത്. കറക്റ്റ്, അതാണ് സാറ് പറഞ്ഞാൽ കറക്റ്റ്. ഇവിടെ ചെയ്യുന്നത് ലാഭത്തിലാക്കാൻ കറണ്ട് ചാർജ് കൂട്ടും. കറണ്ട് ചാർജ് കൂട്ടാനല്ല ആദ്യം നോക്കേണ്ടത്. പിൽഫറേജ് ഉണ്ട്, ട്രാൻസ്മിഷൻ ലോസ് ഉണ്ട്, രണ്ടും ഉണ്ട്. ഈ ഇലക്ട്രിസിറ്റി അല്ലേ ട്രാൻസ്മിഷൻ നടത്തുമ്പോൾ ഉള്ള ലോസ് വലിയ ഹൈ പെർസെൻറ്റേജാണ്. അത് കുറച്ചുകൊണ്ട് തന്നെ പുതിയ ടെക്നോളജി എല്ലാം അപ്ലൈ ചെയ്തിട്ട് അത് കുറച്ചുകൊണ്ട് തന്നെ അപ്പോൾ ലാഭത്തിലാവും. പിന്നെ പിൽഫറേജ്, ആളുകൾ മോഷ്ടിക്കുന്നുണ്ട്, അത് കുറച്ചുകൊണ്ട് തന്നെ. ഇത് രണ്ടും ചെയ്താൽ ബോർഡ് ലാഭത്തിലാക്കാം. സാറ് പറഞ്ഞ മാതിരി ആ കാര്യം ചെയ്യാതെ സാധാരണക്കാരൻ്റെ തലയിൽ ഇപ്പോൾ 3 പ്രാവശ്യമായി കൂട്ടുന്നു. വൈദ്യുതി ചാർജ് 3 പ്രാവശ്യം കൂട്ടി. 3 പ്രാവശ്യം. അത് ഞാൻ പറഞ്ഞുതരാം, അതൊക്കെ ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ്. ഇങ്ങനെ ചെയ്യണം. ടാക്സ് എന്ന് പറയുന്നത് അങ്ങനെ സ്റ്റഡി ചെയ്ത് സിസ്റ്റമൈസ് ചെയ്യണം. സിസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്യാൻ. ഒറ്റ ഉദാഹരണം പറയാം. ഏതെങ്കിലും ഗോൾഡ് മർച്ചൻസ് ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാം. 2000-ന്റെ തുടക്കത്തിൽ എത്ര രൂപയായിരുന്നു ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില? 500 രൂപ. അതായത് ഒരു പവൻ സ്വർണത്തിന് 8 × 500 4000 രൂപ അല്ലേ? അന്ന് നമുക്ക് 400-500 കോടി രൂപ ടാക്സ് കിട്ടിയിരുന്നു 2000-ന്റെ തുടക്കത്തിൽ. ഇപ്പം എത്രയാണ് സ്വർണത്തിൻ്റെ വില? ലേറ്റസ്റ്റ് ആണെങ്കിൽ സ്ത്രീകളോട് ചോദിക്കണം. 60,000-ഓളം ആയില്ലേ? 58 75,000 അല്ലേ?
എത്രയും 4000 രൂപയിൽ നിന്ന് 4000 രൂപയിൽ നിന്ന് ഇപ്പം എത്ര ഇരട്ടിയായി? എത്ര ഇരട്ടിയായി? 17 16 5 80 വരും. അപ്പോൾ 15 5 4 4ആവുമ്പോഴേക്കും 19 ടൈംസ് കൂടി. 19 ടൈംസ് കൂടി. ഇനി കേരളമാണ് ഏറ്റവും കൂടുതൽ ഗോൾഡ് വിൽക്കുന്ന സ്ഥലം, അറിയാമോ? വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ കണക്കുണ്ട്. ഒടുക്കത്തെ മാർക്കറ്റാണ് കേരളത്തിൽ ഗോൾഡ്. കേരളമാണ് ഈ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഗോൾഡ് വിൽക്കുന്ന സ്ഥലം. ഗോൾഡിൻ്റെ സെയിൽ കൂടി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 19 ഇരട്ടിയോ 20 ഇരട്ടിയോ അന്ന് കിട്ടിയിരുന്ന 500 കോടി എത്രയായി വരുമ്പോൾ 10,000 കോടി എങ്കിലും വരണം അത്രയും ടാക്സ് വർദ്ധിക്കണം. ഇത്രയും 19 ഇരട്ടി സ്വർണത്തിന്റെ വില വർദ്ധിച്ചിട്ട് ഇപ്പൊ കിട്ടുന്ന ടാക്സ് എത്ര തരാം? അത് തന്നെ 500 കോടിയാണ്. അപ്പോൾ എവിടേക്കാ പോകുന്നത്? നമ്മുടെ വീട്ടിലൊരു കല്യാണം നടത്തുകയാണ്, സ്വർണ്ണക്കടയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ബ്രീഫ് കേസുമായിട്ട് ആൾ വരും. 100 പവൻ്റെ സ്വർണ്ണമല്ലേ നിങ്ങൾ കൊടുക്കാൻ പോകണം? അതൊക്കെ അവരറിയും. 100 പവൻ തരാം, ടാക്സ് അടയ്ക്കാതെ. നമ്മളാണെങ്കിൽ ഈ 3 കോടി രൂപയുടെ സ്വർണം മേടിച്ചാൽ 3 ലക്ഷം രൂപ ടാക്സ് കൊടുക്കാതിരിക്കാൻ വേണ്ടി എന്നാൽ അതിൻ്റെ കൂടെ ടാക്സ് കൊടുത്താൽ മതി എന്നായിരിക്കും. ടാക്സ് ഇല്ലാതെ കിട്ടും നല്ല സ്വർണം മേടിച്ചു വയ്ക്കും. ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? ഒരു തരത്തിലുള്ള പരിശോധന നടക്കുന്നില്ല. 25 വർഷമായിട്ട് ഈ ഇത്രയും വലിയ വില ഇതിന് കൂടിയിട്ടും ഒരു വ്യത്യാസമില്ല. ബാറൊക്കെ ഇപ്പോൾ മോശമായി. അല്ലെങ്കിൽ എന്താ, ബാറിൻ്റെ എണ്ണം കൂടി, പക്ഷെ ബാറിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞു. നമ്മുടെ ബ്യൂറേജ് കോർപ്പറേഷനിൽ നിന്ന് സാധനം മേടിച്ചിട്ടാണ് ഇത് റീറ്റെയിലായിട്ട് ബാറിൽ കൊടുക്കുന്നത്. അപ്പോൾ ബ്യൂറേജ് കോർപ്പറേഷനിൽ നിന്ന് ഒരു ഫുൾ ബോട്ടിലിന് 1000 രൂപ വെച്ച് മേടിച്ചു. അപ്പോൾ ഒരു ഫുൾ ബോട്ടിലിന് എത്ര പെഗ്ഗ? ആരും അറിയാത്ത പോലെ ഞാൻ പറഞ്ഞത് 12 പെഗ്ഗാണ് അല്ലേ? തെറ്റെണ്ണേ പറഞ്ഞ അല്ല, 12 പെഗ് ഒരു ഫുൾ ബോട്ടിൽ. അല്ല, നമ്മൾ ഇവിടെ നിന്ന് കിട്ടുന്നതല്ലേ. മറ്റത് 15 പെഗ്, അത് ലിറ്റർ. അത് മറ്റേ ഇന്ത്യൻ, ഞാൻ IMFLന്റെ കാര്യം പറഞ്ഞു, ബ്യൂറേസിൽ വിൽക്കണ കാര്യം, ബാറിൽ വിൽക്കണ കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് 1 ലിറ്റർ കിട്ടുന്ന മറ്റേ സംഭവം, അതാണ് 15 പെഗ്. ഇത് 12 ഇത് കിട്ടുമ്പോൾ അപ്പോൾ ഒരു പെഗിന് ഏകദേശം എത്ര വെച്ച് 12 അല്ലേ 96, 80 രൂപയ്ക്ക് വന്നുള്ളൂ, ചാർജ് വന്നുള്ളൂ. ഈ ആളിത് ഒരു പെഗിന് ബാറിൽ ആ സാധനം 250 രൂപയ്ക്ക് 300 രൂപയ്ക്ക് വിൽക്കും. 300 രൂപയ്ക്ക് വിൽക്കും. എഴുതി കൊടുക്കുമ്പോൾ പറയും 100 രൂപയ്ക്ക് വിറ്റെന്ന് പറയും. 300 രൂപയ്ക്ക് വിറ്റേക്കണ യഥാർത്ഥ ഇത് റേറ്റ് ചെയ്യുകയാണെങ്കിൽ ടേൺ ഓവർ ടാക്സാണ്. ഒരു ബാറിന് ഒരു 3 ലക്ഷം 4 ലക്ഷം രൂപ ഒരു ദിവസത്തെ ടേൺ ഓവർ വന്നാൽ അതിൻ്റെ 10% ആണ്, 40,000 രൂപയാണ് ടാക്സ് കൊടുക്കുന്നത്. പക്ഷെ പുള്ളി പറയുന്നില്ല 4 ലക്ഷം രൂപ പോയെന്ന്. 1 ലക്ഷം രൂപ ചിലവായില്ലെന്ന് പറയാം. കാരണം 300 രൂപയ്ക്ക് വിറ്റ സാധനത്തിന് 100 രൂപയാണ് ഇരുന്ന്. അപ്പോൾ 1 ലക്ഷം രൂപയുടെ എത്ര കിട്ടി? 10,000 രൂപ കിട്ടി ഒരു ദിവസമാണ് പറഞ്ഞത്. 40,000 രൂപ കിട്ടേണ്ട അടുത്ത് ലീക്കേജ് എത്ര? 30,000 രൂപ. അത് ഒരു മാസം ആകുമ്പോഴാണ് 30,000 ഇൻറ്റു 30 എത്രയായി? പക്ഷേ എമൗണ്ട് എത്രയായി? ഒരു കൊല്ലമാകുമ്പോൾ എത്രയായി? ഒറ്റ ബാറിൽ നിന്ന് 1000-ഓളം ബാറാണുള്ളത്, അതിനൊരു കുറവില്ല. എല്ലാ ബാറും ഉണ്ട് ഇല്ലേ? ഇപ്പം എത്ര ലീക്കേജാണ് വരുന്നത്? ഈ ലീക്കേജ് എല്ലാ രംഗങ്ങളിലും ഉണ്ട്. ടാക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ നെറ്റ്വർക്ക് കൂട്ടുകയെന്നാണ്. ഇപ്പോൾ വളരെ ഈസിയാണ്. ഇപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയില്ല, ടാക്സിൻ്റെ നെറ്റ്വർക്ക് കൂട്ടുക. ടാക്സ് കൂട്ടുകയല്ല, റീസണബിൾ ടാക്സ്, അഫോർഡ് ചെയ്യാൻ പറ്റാവുന്ന ടാക്സ് ഏർപ്പെടുത്തുക. പക്ഷെ അതിൻ്റെ നെറ്റ്വർക്ക് വ്യാപിപ്പിക്കുക. കൂടുതൽ ആളുകളെ ടാക്സിൻ്റെ നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവന്ന് ടാക്സ് കളക്ഷൻ വർദ്ധിപ്പിക്കുക. ഞാൻ പറയുന്നു, കേരളത്തിന് ശരിക്കും പറഞ്ഞാൽ ഞാൻ എല്ലാ കണക്കും പറഞ്ഞില്ല, സമയക്കുറവ് മൂലം ഒരു വർഷം ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ 50,000 കോടി രൂപ മുതൽ 1 ലക്ഷം കോടി രൂപ വരെ നമ്മുടെ നികുതി വരുമാന വർധനവിനുള്ള സാധ്യതകൾ കേരളത്തിലുണ്ട്. പോസിബിലിറ്റീസ് ചെയ്യാൻ പറ്റും. അതിനൊരു ഡിറ്റർമിനേഷൻ വേണം, വിൽ പവർ വേണം, ചെയ്യണം. ഒരാളെ ദ്രോഹിക്കണ്ട, ഒരാളെ ദ്രോഹിക്കാൻ പാടില്ല. അത് ഞാൻ എൻ്റെ അപ്രോച്ച് പറഞ്ഞല്ല. ഒരാൾ നമ്മുടെ വ്യാപാരികളോ ബിസിനസ് നടത്തുന്നവരോ കച്ചവടം നടത്തുന്നവരോ ആരും നമ്മുടെ ശത്രുക്കളല്ല. അവർ സ്റ്റേറ്റിൻ്റെ ബന്ധുക്കളായിട്ട് കാണുന്നു. നേരത്തെ പറഞ്ഞ പോയിന്റാണ്, ജെനുവിൻ ടാക്സ് പേയേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ ഏറ്റവും അടുത്ത ബന്ധു ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ഒറ്റ വാക്കിൽ ആൻസർ ചെയ്യും, അത് ജെനുവിൻ ടാക്സ് പേയേഴ്സ് ആണ് സ്റ്റേറ്റിൻ്റെ ഏറ്റവും വലിയ ബന്ധു. ആ ബന്ധുക്കളില്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനും പിടിച്ചേക്കാൻ പറ്റില്ല. അതാണ് ഇക്കോണമിയുടെ യഥാർത്ഥത്തിലുള്ള ബാലപാഠം എന്ന് പറയുന്നത്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ റോൾ എന്താ?
പിന്നെ ലീക്കേജ് പല സ്ഥലത്തും പലതരത്തിലുള്ള ലീക്കേജ് ഉണ്ട്. ഇപ്പോൾ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ 50 കോടി രൂപയ്ക്ക് തുടങ്ങിയ കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് 500 കോടിക്ക് തീർന്നു. ഏത് പ്രോജക്റ്റും ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി 2 കൊല്ലം കൊണ്ട് പ്രോജക്റ്റ് തീർക്കണം എന്ന് പറഞ്ഞാൽ 50 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി നമ്മൾ 2 കൊല്ലം കൊണ്ട് തീർക്കണം എന്ന് പറഞ്ഞാൽ 10 കൊല്ലം കൊണ്ട് തീർക്കും. 10 കൊല്ലം കഴിയുമ്പോൾ 500 കോടി ചിലവാകും. എവിടെന്നാ പോകുന്നത്? സ്റ്റേറ്റിൻ്റെ എക്സ്ചക്കറിൽ നിന്ന്. ആ ലീക്കേജ് അടക്കണം. എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ട്. 2001 ഞാൻ ആദ്യമായി MLA ആയപ്പോൾ പ്രയോറിറ്റി ഫിക്സ് ചെയ്യണം എപ്പോഴും. ഞാൻ പറയാം, എൻ്റെ പ്രയോറിറ്റി അവിടെ കുടിവെള്ളം ഇല്ലായിരുന്നു. കുടിവെള്ളം ഇല്ല. അപ്പോൾ കുടിവെള്ളം കൊടുക്കലാണ് പ്രയോറിറ്റി. 2003 ആയപ്പോഴേക്കും ഞാനൊരു പ്രോജക്റ്റ് കൊണ്ടുവന്നു. 60 കോടി രൂപയുടെ പ്രോജക്റ്റാണ്. 2.5 ലക്ഷം പേർക്ക് കുടിവെള്ളം കൊടുക്കുന്ന 36 കിലോമീറ്റർ ദൂരെ നിന്ന് ആലുവ ചൊവ്വരയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് പറവൂരിൽ ടാങ്ക് കെട്ടി വെള്ളം കൊടുക്കുക. അപ്പോൾ ഇവിടെ 98 ഈ സിറ്റിയിലൊരു പ്രോജക്റ്റ് ആരംഭിച്ചിട്ടുണ്ടെന്ന്, ഹഡ്കോ പ്രോജക്റ്റ്. അതിന് 36 കോടിയായിരുന്നു. അപ്പം ഞാൻ ഈ മീറ്റിങ്ങിന് 2003 പോകുമ്പോൾ ഒക്കെ ഈ ഹഡ്കോ പ്രോജക്റ്റിൻ്റെ ആളുകളുണ്ടാവും. ഇവിടുത്തെ സിറ്റിയിലെ പ്രോജക്റ്റ്, അത് റൂറൽ ഏരിയയിലെ പ്രോജക്റ്റാണ്. ഇത് 36 കോടിയുടെ, എൻ്റെ 60 കോടിയുടെ. ഇത് 98 തുടങ്ങി. ഞാനൊരു ഭയങ്കര വാശി ഏറ്റെടുത്തു. ഇത് 3 കൊല്ലം കൊണ്ട് തീർക്കണം. ഒന്ന് സമയത്ത്. എനിക്കൊരു അബദ്ധവും പറ്റിയെന്ന്. ഞാൻ പറഞ്ഞു, ഇത് ഈ പ്രോജക്റ്റ് സമയബന്ധിതമായി തീർന്നില്ലെങ്കിൽ ഞാൻ മത്സരിക്കില്ല എന്ന് പറഞ്ഞു. അത് അന്നത്തെ ചെറുപ്പത്തിൻ്റെ ആവശ്യത്തിൽ പറഞ്ഞ. ഇപ്പോഴാണ് ഞാൻ പറയില്ല. അന്ന് എനിക്ക് അത്ര എക്സ്പീരിയൻസും ഇല്ല. എനിക്കറിയാം എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. ഞാൻ പറഞ്ഞ കാര്യമോ ഗുണ പറയല്ല. അപ്പോൾ എനിക്ക് വാശിയായി. അപ്പം കുറേ പേർക്ക് വാശിയായി ഇത് നടക്കുമായിരുന്നു. അങ്ങനെയല്ല, 60 കോടി രൂപയിൽ നിന്ന് 1 രൂപ പോലും കൂടുതൽ വരരുതെന്ന് തീരുമാനിച്ചു. പിന്നെ ഞങ്ങളൊരു ടീമായിട്ട് വർക്ക് ചെയ്യും. എനിക്ക് ഈ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷനെ കുറിച്ചൊന്നും ABCD അറിയില്ല അന്ന്. പക്ഷേ നമുക്കൊരു ആത്മാർത്ഥതയും ഡിറ്റർമിനേഷൻ ഉണ്ടായി. നമ്മളത് ചെയ്തപ്പോൾ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ കൂടെ നിന്നു, മന്ത്രിമാർ നമ്മുടെ കൂടെ നിന്നു, ഇത് കുഴിക്കാൻ വന്ന സാധാരണ ജീവനക്കാരും നമ്മുടെ കൂടെ നിന്നു. ഒരു ഓഫീസിൽ ഒരു ഫയൽ നമ്മുടെ ചെന്നാൽ പറയും, ഇപ്പം തന്നെ നീക്കിക്കോ, ഇല്ല ഇപ്പോൾ സാറ് വിളിക്കുമെന്ന് പറയും. 1 മിനിറ്റ് പോലും ഒരു ഫയൽ പോലും വയ്ക്കാതെ ഞങ്ങൾ 3 കൊല്ലം കൊണ്ട് സമയബന്ധിതമായി 60 കോടി. ഒരു ആർബിട്രേഷൻ ഇല്ല, ആർബിട്രേഷൻ പോയി ഇവരെല്ലാവരും കൂടി ഒത്തിട്ട് വേറെ 100 കോടി അതിൽ നിന്ന് ഉണ്ടാക്കും. ഇത് ഒരു ആർബിട്രേഷനും ഇല്ല, എല്ലാം പോയി 60 കോടിക്ക് പ്രോജക്റ്റ് തീർന്നു. ഞാൻ 2ാമത് ഇലക്ഷന് 2006 മത്സരിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും വെള്ളം കൊടുത്തു. വാട്ടർ അതോറിറ്റിയുടെ ചരിത്രത്തിൽ ഇതിനു മുമ്പും അതിന് ശേഷവും സമയബന്ധിതമായി ഈ പറഞ്ഞ പൈസയ്ക്ക് ഒരു പണിയും തീർത്തില്ല. ഇവിടെ 98 തുടങ്ങിയ ഹഡ്കോയുടെ പ്രോജക്റ്റ് 36 കോടി രൂപയുടെ പ്രോജക്റ്റ് 2006 തീർന്നു. മറ്റേ 2012 14 കൊല്ലം കഴിഞ്ഞ് 172 കോടി രൂപയ്ക്ക് തീർന്നു. അപ്പോൾ എന്തുമാത്രം ലീക്കേജ് നടക്കുന്നത്. നമുക്കെന്തുകൊണ്ട് ഒരു സ്റ്റാൻഡേർഡ് നോംസ് ഉണ്ടാക്കാൻ പാടില്ല? ഒരു പാലം പണി തുടങ്ങിയാൽ ആ പാലം പണി സമയത്ത് തീരണം. ഒരു റോഡ് പണി തുടങ്ങിയാൽ റോഡ് പണി സമയത്ത് തീരണം. വേറൊരുദാഹരണം കൂടി പറയാം. നമ്മുടെ മണ്ഡലത്തിൽ ഈ എല്ലാ വർഷവും നേരത്തെ ഒരു 5 കോടി മുതൽ 15 കോടി രൂപ വരെ റോഡിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി മേടിക്കാൻ, റോഡ് ടാർ ചെയ്യാൻ പറ്റുന്നത്. ഞങ്ങളൊരു 8 കൊല്ലം മുമ്പ് എൻ്റെ മണ്ഡലത്തിലെ 63 PWD റോഡുകളും BMBC ടാറിങ് നടത്തി. സ്റ്റേറ്റിൽ ആദ്യമായിട്ട് BMBC ടാറിങ് മുഴുവൻ റോഡും പൂർത്തിയാക്കിയ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. ഇതുപോലെ വാശി പിടിച്ച് ചെറുപ്പത്തിൻ്റെ ആവേശത്തിൽ അന്ന് ചെയ്താണ്. നിങ്ങൾക്കറിയാവും, 8 കൊല്ലമായിട്ട് മെയിൻ്റനൻസിന് വേണ്ടി 1 രൂപ മേടിക്കാത്ത ഒരു നിയോജകമണ്ഡലമാണ് എൻ്റെ. മെയിൻ്റനൻസിന് വേണ്ടി റോഡ് മെയിൻ്റനൻസ് വേണ്ട. അവിടെ അടുത്ത കൊല്ലം അല്ല, അതിൻ്റെ പിന്നത്തെ കൊല്ലം കേടാവണ റോഡ് നമുക്കിപ്പോൾ അറിയാം. അപ്പം നമ്മളത് പൈസ വെച്ച് 6 കൊല്ലം 7 കൊല്ലമൊക്കെയാണ് റോഡിൻ്റെ കാലാവധി. ഏറ്റവും വലിയ ട്രാഫിക്കുള്ള സ്ഥലത്ത് 5 കൊല്ലം നിൽക്കും, അല്ലാത്തടുത്ത് 7 കൊല്ലം 8 കൊല്ലം നിൽക്കും. അപ്പോൾ കഴിഞ്ഞ 7 കൊല്ലമായിട്ട് മെയിൻ്റനൻസ് മേടിക്കുന്നില്ല. ഞാൻ പറയുന്നു, ഒരു 70 കോടി മുതൽ 100 കോടി രൂപ വരെ ഈ റോഡ് പണി കൃത്യമായി തീർത്തത് കൊണ്ട്, മെയിൻ്റനൻസ് മേടിക്കാത്തതുകൊണ്ട് സ്റ്റേറ്റ് എക്സക്കറിന് ഞാൻ ലാഭം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ വലിയ അഭിമാനത്തിലാണ് പറയണത്, ഭയങ്കര അഭിമാനത്തിലാണ് പറയണത്. കേരളത്തിലെ 140 നിയോജകമണ്ഡലത്തിലും അങ്ങനെ നടന്നാലോ? എത്ര കോടി രൂപയാണ് നമ്മൾ ആവശ്യമില്ലാതെ ചിലവാക്കുന്നത്? അപ്പം ലീക്കേജ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ക്ലോസ് ചെയ്യണം. പിന്നെ വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ ഗവൺമെൻറ്? ഞാൻ പറയും, ഗവൺമെൻറ്റിൻ്റെ റോള് ഫെസിലിറ്റേറ്ററിൻ്റെ റോളാണ്. ഇപ്പം ടൂറിസം അസാമാന്യ സ്കോപ്പുള്ളതാണ്. കേരള ഇക്കോണമിക്ക് ഗ്രോത്ത് ഉണ്ടാകും അല്ലേ? അസാമാന്യ സ്കോപ്പാണ് കേരളം. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ടാർ ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ. ഞാൻ പോലും കേരളത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്ന ഞങ്ങൾ പോലും പകുതി സ്ഥലം കണ്ടിട്ടില്ല കേരളത്തിൽ. മനോഹരമായ സ്ഥലങ്ങളുള്ള കേരളത്തിൽ ഗവൺമെൻറ് ഫെസിലിറ്റേറ്ററിൻ്റെ റോളിൽ നിന്ന്
എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്ത് പ്രൈവറ്റ് സെക്ടറിനെ അവിടെ പ്രൊമോട്ട് ചെയ്യണം, അവർക്ക് കംപ്ലീറ്റ് ബാക്കപ്പ് കൊടുക്കണം, എല്ലാ ഫെസിലിറ്റീസും കൊടുക്കണം. എന്തുമാത്രം ചേഞ്ച് നമുക്ക് ഒരു 5 വർഷം കൊണ്ട് ടാർഗറ്റ് ചെയ്താൽ ടൂറിസം സെക്ടറിൽ ഇപ്പോൾ ഉള്ളതിൻ്റെ 25 ഇരട്ടി നമുക്ക് ഗ്രോത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സ്റ്റേറ്റിൻ്റെ റോൾ അതാ. സ്റ്റേറ്റ് എപ്പോഴും സ്റ്റിമുലസ് പാക്കേജസ് ആണ് സ്റ്റേറ്റ് കൊടുക്കേണ്ടത്. സ്റ്റേറ്റ് എപ്പോഴും ഇക്കോണമിയെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. സ്റ്റേറ്റ് അത് ചെയ്യുന്നില്ല പലപ്പോഴും. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഞാനൊരു പറയാം, നമുക്ക് പണം എന്ന് കറൻസി എന്ന് പറയുന്നത് എന്തിനാണ്? എൻ്റെ കയ്യിൽ നിന്നും നിങ്ങളുടെ കയ്യിലേക്കും നിങ്ങളുടെ കയ്യിൽ നിന്നും മൂന്നാമൻ്റെ കയ്യിലേക്കും കൈമാറ്റം ചെയ്യപ്പെടേണ്ട വിനിമയ മാധ്യമമാണ്, മീഡിയം ഓഫ് എക്സ്ചേഞ്ച് അല്ലേ പൈസ. അത് ഏതെങ്കിലും അലമാരിയിൽ കെട്ടിവെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കെടുത്ത് മറിച്ച് നോക്കാം, പൂപ്പൽ പിടിച്ച് ഫംഗസ് പിടിച്ചിട്ടുണ്ടെന്ന് നോക്കാമെന്നല്ല, അതിനൊരു വാല്യൂ ഇല്ല. മണിയുടെ പവർ എപ്പോഴാണ്? വെൻ മണി ഈസ് ഇൻ സർക്കുലേഷൻ അല്ലേ. ഞാൻ ഒറ്റ ചെറിയ കാര്യം പറയാം, എളുപ്പത്തിൽ മനസ്സിലാകും. ഒരു കഥയാണ്, പഴയ കഥയാണ്, പലരും മാറ്റി മാറ്റിയൊക്കെ പറയും, നിങ്ങൾ കേട്ടുക. ഒരു സ്ട്രീറ്റിൽ ഒരു ലോഡ്ജ് ഹോട്ടൽ ഒരു ഫാമിലി റൂം എടുക്കാൻ വന്നു. അപ്പോൾ മാനേജർ പറഞ്ഞു 2000 രൂപ വേണം അഡ്വാൻസ്. 2000 രൂപ കൊടുത്തു. അപ്പോൾ ഭാര്യ മക്കളും പറഞ്ഞു ഞങ്ങൾ മുകളിൽ പോയി റൂമൊന്ന് നോക്കി നല്ലതാണെങ്കിൽ എടുക്കും, അതിനെന്താ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ ഈ ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിലേക്ക് വെജിറ്റബിൾ സപ്ലൈ ചെയ്യണ വെജിറ്റബിൾ മർച്ചൻ്റ് അവിടെ ഇരിക്കുകയാണ്, പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇരിക്കുക. ഇയാൾ മാനേജർ ഈ 2000 രൂപ അയാളിലേക്ക് കൊടുത്തു. അയാൾ നേരെ പുറത്തിറങ്ങിയിട്ട് അയാൾ വളം മേടിക്കുന്ന കടയുണ്ട് തോട്ടത്തിൽ വെയിറ്റേഷൻ നടത്തുന്ന സ്ഥലത്ത്. അയാൾ അവിടെ പൈസ കൊടുക്കാറുണ്ട്. അയാൾ അവിടെ പോയി ആ 2000 രൂപ കൊടുത്തു. അപ്പോൾ ഈ വള കച്ചവടക്കാരൻ എല്ലാ ആഴ്ചയും വീട്ടിലേക്ക് പോകുമ്പോൾ ശനിയാഴ്ച അവിടുത്തെ പ്രൊവിഷണൽ സ്റ്റോറിൽ നിന്ന് ഒരാഴ്ചത്തേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആളാണ്. അയാൾ അവിടെ കാശ് കൊടുത്തിട്ടില്ല. വള കച്ചവടക്കാരൻ റോഡ് ക്രോസ് ചെയ്ത് നേരെ പോയി പ്രൊവിഷണൽ സ്റ്റോറിൽ കൊണ്ട് ഈ 2000 രൂപ കൊടുത്തു. അപ്പോൾ ഈ പ്രൊവിഷണൽ സ്റ്റോറുകാരൻ എല്ലാ ദിവസവും അടിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം ബാറിൽ ചെന്നപ്പോൾ ബാർമാൻ അത്ര സുഖത്തിലല്ല, കാരണം കുറച്ച് കാശ് പെൻഡിങ് ഉണ്ട്. അപ്പോൾ വീട്ടിൽ കാശ് കൊണ്ട് കൊടുത്തില്ലെങ്കിലും പ്രയോറിറ്റി ഇതാണല്ലോ, അതറിയാമല്ലോ. അപ്പോൾ കിട്ടിയ വഴി തന്നെ ഇല്ല, ഇന്ന് വൈകുന്നേരം വീണ്ടും ചെല്ലേണ്ടതാണ്, നേരെ കൊണ്ടുപോയി ബാറിൽ കൊണ്ടുപോയിട്ട് ഈ പൈസ കൊടുത്തു 2000 രൂപ. അപ്പോൾ ബാറിലെ മാനേജർ പറഞ്ഞു, ഹോട്ടലിലെ മാനേജർ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരാൾ റൂം എടുക്കാൻ വന്നപ്പോൾ ഇവിടെ റൂം ഉണ്ടായില്ല, അപ്പോൾ നമ്മൾ ആ ഹോട്ടലിൽ നിന്നാണ് റൂം കൊടുത്തത്, അപ്പോൾ അതിൻ്റെ പൈസ പേയ്മെൻറ്റ് ഇവിടെയാണ് തന്നത്, അപ്പോൾ താൻ കൊണ്ടുപോയി ആ പൈസ കൊടുക്കാൻ പറഞ്ഞു. ബാറിലെ ഒരു പയ്യനെ വിളിച്ചിട്ട്, അപ്പോൾ ഈ പയ്യൻ റോഡ് ക്രോസ് ചെയ്ത് മറ്റേ ഹോട്ടലിൽ കൊണ്ട് പൈസ കൊടുത്ത്. ഏത് ഹോട്ടലാണ്? നമ്മുടെ ഫാമിലി റൂം എടുക്കാൻ വന്നു. അപ്പോഴാണ് മോളിൽ നിന്ന് ഭാര്യയും കുട്ടികളും വന്നിട്ട് ഈ മുറി ഞങ്ങൾക്ക് ഇഷ്ടമായില്ല, അത് വേറെ സ്ഥലത്ത് എടുത്തോളാം. അതിനെന്താ ഈ 2000 രൂപ പിടിച്ചോളാൻ പറഞ്ഞു. ഈ 2000 രൂപ ആരുടെ പോക്കറ്റിലായി? ഈ വന്ന ആളുടെ കയ്യിൽ. ഒരു 15-20 മിനിറ്റ് എടുത്താണ് 4-5 പേരുടെ കടം തീർന്നു. അതെങ്ങനെയത്? ഇയാളുടെ കയ്യിൽ തന്നെ ഇരിക്കുക ശ്രീനിവാസ പൈസ, ഏത് ഈ 2000 രൂപ. പക്ഷെ 5 പേരെ കടം തീർന്നു. അതെങ്ങനെയത്? ഞാൻ അന്ന് രാത്രി ഇങ്ങനെ കൈയൊക്കെ നോക്കി ഇത് എന്താണ് സംഭവിച്ചത്, കഥ കേട്ടെന്നോ, നിങ്ങളൊന്ന് രാത്രി ആലോചിച്ചു. അതാണ് മണിയുടെ പവർ വെൻ ഇറ്റ് ഈസ് ഇൻ സർക്കുലേഷൻ. സർക്കുലാർ ഇക്കോണമി എന്ന് നമ്മൾ പറയും. സർക്കുലർ ഇത് മനസ്സിലായി. ഇത് എൻ്റെ സാധനമൊന്നുമില്ല, ഇത് പഴയ കെയ്നീഷ്യൻ തിയറിയാണ്. 1930 മറ്റേ സംഭവം വന്നല്ല, വലിയ ഗ്രേറ്റ് ഡിപ്രഷൻ വന്ന കാലത്ത് ജോൺ കെയ്ൻസ് എന്ന് പറയുന്ന വലിയൊരു എക്കണോമിസ്റ്റ് കൊടുത്ത സാധനമാണ് കെയ്നീഷ്യൻ തിയറിയുടെ വേറൊരു ഫോർമാറ്റാണിത്. അപ്പം ഞാൻ കോവിഡ് വന്നപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് 40,000 കോടി, സ്റ്റേറ്റ് ഗവൺമെൻറ് 20,000 കോടിയൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ ഐ മെയ്ഡ് എ സ്പീച്ച് ഇൻ ദ ഫ്ലോർ ഓഫ് ദ അസംബ്ലി. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു പണി, നിങ്ങളെന്തിനാണ്, നിങ്ങളൊരു 10,000 കോടി രൂപ ചിലവാക്കുക. കേരളത്തിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യർക്ക്, ബിലോ പോവർട്ടി ലൈനിലുള്ളവർക്ക് ഒരു 5,000 രൂപ വെച്ചു കൊടുക്കും. അപ്പോൾ എല്ലാ കടകളൊക്കെ പൂട്ടി അടങ്ങിയിരിക്കുകയാണ്. ആ സമയത്ത് ബിസിനസ് ഇല്ലാതിരിക്കുക, ഒരു ബിസിനസ്സും ഇല്ല, ആരുമില്ല, പുറത്തൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യും? 5,000 രൂപ ഒരാളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, പാവപ്പെട്ടവരുടെ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ബാങ്കിൽ കൊണ്ടിടും, നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട് വേണം. പാവപ്പെട്ടവൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 5,000 രൂപ അപ്പം തന്നെ പലചരക്കടയിൽ പോവും, തുണിക്കടയിൽ പോവും. മലയാളി ആയതുകൊണ്ട് 5,000 രൂപ കിട്ടിയാൽ 7,000 രൂപയുടെ സാധനം മേടിക്കും, ഇല്ലേ? 2,000 രൂപ കടവും കൂടി സാധനം മേടിക്കും. അപ്പോൾ ഇത് മാർക്കറ്റിലേക്ക് വന്നോ? പൂട്ടിയിരിക്കുന്ന കടകളിലെല്ലാം ഈ 10,000 കോടി രൂപ വന്നോ? സ്റ്റേറ്റിൻ്റെ റോളാണ് പറയുന്നത്. 10,000 കോടി രൂപ വന്നു. ഈ ഒറ്റ പ്രാവശ്യം കറങ്ങുമ്പോഴേക്കും എൻ്റെ ഒരു റഫ് കാൽക്കുലേഷനിൽ ഒരു 15% ആവറേജ് GST ആയിട്ട് സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരും. 1,500 കോടി സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരും. 10,000 കോടി പാവപ്പെട്ടവരുടെ പോക്കറ്റിലേക്ക് 5,000 കോടി. ബിസിനസ് എല്ലാം ഉഷാറായി. 10,000 കോടി കൊണ്ട് ഒരു 3 മാസം കൊണ്ട് ഈ 10,000 കോടി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും മാർക്കറ്റിൽ കിടന്ന്.
എൻ്റെ കണക്ക് ഒരു 3 മാസം മാക്സിമം 3.5 മാസം കൊണ്ട് 6-7 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യും. ഓരോ റൊട്ടേഷനിലും ഈ 1500 കോടി സ്റ്റേറ്റിലേക്ക് വരും. അതായത് സ്റ്റേറ്റ് കൊടുക്കുന്ന 10,000 കോടി ഒരു 3-3.5 മാസം കഴിയുമ്പോൾ ഈ 10,000 കോടി സ്റ്റേറ്റിലേക്ക് വരും. ഒരു പൈസ നഷ്ടമില്ല. ആളുകളുടെ കയ്യിൽ പൈസയും, ആളുകൾ ഗവൺമെൻറ്റിനോട് നന്ദി പറയാം. അപ്പോൾ കച്ചവടക്കാരെല്ലാം ഉഷാറായി. ഇപ്പോൾ ലണ്ടനിൽ സിറ്റിക്കകത്ത് റെസ്റ്റോറൻ്റ് എല്ലാം പൂട്ടിപ്പോയി കോവിഡിൻ്റെ സമയത്ത്. അപ്പോൾ അവർ ചെയ്തു, ഒരു അനൗൺസ്മെൻ്റ് നടത്തി, ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നവർക്ക് 50% ഓഫ് ഗവൺമെൻറ് കൊടുക്കും. അപ്പോൾ ആളുകൾ പറയട 50 പൗണ്ട് ആവും നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയാൽ, 25 പൗണ്ട് ഗവൺമെൻറ് തരിക, നമുക്ക് പോയേക്കാം. ഫാമിലി എല്ലാം കൂടി പോയി. അങ്ങനെ എല്ലാവരും 100 പൗണ്ട് കൊടുക്കണം, ഒരു 50 പൗണ്ട് അവർ തരും. എല്ലാവരും പതുക്കെ പോയി തുടങ്ങി. റെസ്റ്റോറൻ്റ് എല്ലാം ഫില്ലായപ്പോൾ ഗവൺമെൻറ് പതുക്കെ വിഡ്രോ ചെയ്തു. അത് അതാണ് സ്റ്റിമുലേറ്റീവായിട്ട് ഗവൺമെൻറ് ആക്കി. ഇവിടെ ഇതൊന്നും ചെയ്തില്ല, നമ്മൾ ഈ പറഞ്ഞൊന്നും ചെയ്തില്ല. അതാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് ചെയ്തത് അങ്ങനെയാണ്. അതാണ് ഈ കെയ്നീഷ്യൻ തിയറിയാണ്. അതായത് ഈ പൈസ ഇന്ത്യയിലെ റിമോട്ട് വില്ലേജസിലുള്ള സാധാരണക്കാരുടെ കയ്യിലേക്ക് 5,000 രൂപ 6,000 രൂപ വരുവാണ്. അവരപ്പം തന്നെ ചിലവാക്കും. അപ്പോൾ 72,000 കോടി 75,000 കോടി എല്ലാം സെൻട്രൽ ബജറ്റിൽ വെച്ചിട്ട് ഈ പൈസ കൊടുക്കുമ്പോൾ ഈ പൈസ മാർക്കറ്റിലേക്കാണ് വരുന്നത്. പൈസ മാർക്കറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ്. മാർക്കറ്റ് ലൈവ് ആകുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ബെനിഫിഷ്യറി ആരാണ്? സ്റ്റേറ്റാണ് ബെനിഫിഷ്യറി അല്ലേ? ഇക്കോണമി ഇതായി. ഇപ്പം കേരളത്തിൻ്റെ പ്രശ്നം എന്താ? കേരളത്തിൽ ഭയങ്കര ഇൻഫ്ലേഷൻ റേറ്റ്. ഇന്ത്യയിലെ നമ്പർ 1 ഇൻഫ്ലേഷനുള്ള സ്റ്റേറ്റാണ് കേരളം. ഭയങ്കര പ്രശ്നമാണ് കേരളം. അതുപോലെ തന്നെ നമ്മൾ നേരിടുന്ന, നേരത്തെ ഇവിടെ പറഞ്ഞു, നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ സംഭവം എന്തായിരുന്നു? ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് നമ്മൾ പറഞ്ഞിരുന്ന നമ്മുടെ യങ്സ്റ്റേഴ്സ് ആയിരുന്നു നമ്മുടെ ക്രീം അല്ലേ? ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ അപേക്ഷിച്ചൊരു 65% യങ്സ്റ്റേഴ്സ് ഉള്ള സ്റ്റേറ്റാണ്. നമ്മുടെ ബ്രെയിൻ ഡ്രെയിൻ നടക്കാൻ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് പോവുകയാണ് കേരളത്തിൽ നിന്ന്. വലിയ ഭീഷണിയാണ് നമുക്ക്. നമ്മളെ ചാലഞ്ചാണ് ഭാവിയിൽ നമ്മൾ നേരിടേണ്ട, നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട സീരിയസ് ആയിട്ട്. 2 ഇഷ്യൂ ഉണ്ട് അതിനകത്ത്. ഗൾഫിൽ പോയൊരു ഗുണമുണ്ടെന്നാ, അവിടെ നിന്ന് ഇങ്ങോട്ട് പൈസ അയക്കും, പിന്നെ തിരിച്ചു വരും. ഇവിടെ വന്നിട്ട് ഒരു ബേക്കറിയിൽ തുറന്നു പാവങ്ങൾ ഇല്ലേ? ഇതിങ്ങോട്ട് വരവുമില്ല, ഇങ്ങോട്ട് പൈസ അയക്കില്ല. മാത്രമല്ല അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വീട് എടുത്തു കഴിഞ്ഞാൽ, നമുക്കറിയാമല്ലോ യൂറോപ്പിൽ വീട് എടുത്തു കഴിഞ്ഞാൽ ലൈഫ് ലോങ് ഡെറ്റാണ്. പിന്നെ വെൽഫെയർ മെഷേഴ്സ് ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് തിരിച്ചു പോരണ്ട. ഇവിടെ നിന്ന് 35 ലക്ഷം രൂപ 40 ലക്ഷം രൂപ പൈസ ലോൺ എടുത്തിട്ടാണ് ഈ പോകുന്നത്. അപ്പോഴേ അമ്മയും കൂടി അങ്ങോട്ട് കൊണ്ടുപോകും. ഇങ്ങോട്ട് പൈസ ഇല്ല, ഒന്നുമില്ല. ആ ഒരു സിറ്റുവേഷൻ വരും. പിന്നെ ഇവിടെ 2035 ആകുമ്പോഴേക്കും 1/4 ആളുകൾ എബോവ് 60 ആയിരിക്കും. അപ്പോൾ ഒരു വലിയ, നേരത്തെ പറഞ്ഞല്ലോ ജെറിയാട്രിക് ഇതെന്ന് പറയുന്നത്, ആ ഒരു പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് വർദ്ധിപ്പിക്കുക. എൻ്റെ ബിൽഡേഴ്സായിട്ടുള്ള ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ 5 കൊല്ലം മുമ്പ് പറഞ്ഞു, നിങ്ങൾ ഓൾഡ് ഏജ് ഹോമിനും മറ്റേനും വേണ്ടി ഫോക്കസ് ചെയ്യും. കേരളം അതിലേക്ക് പോകും. ഈ സ്പെയിൻ ഇറ്റലിയൊക്കെ പോലെ കേരളം ഏറ്റവും ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകൾ, നമ്മൾ കുറേ വയസ്സന്മാർ, ചെറുപ്പക്കാരൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മൾ കുറച്ച് വയസ്സന്മാർ മാത്രമുള്ള ഒരു സ്റ്റേറ്റ് ആയിട്ട് പോകും. അപ്പോൾ സ്റ്റേറ്റിന് വേറൊരു റെസ്പോൺസിബിലിറ്റി വരും. ഈ ഏജ് ഗ്രൂപ്പിനെ പ്രൊട്ടക്ട് ചെയ്യണ്ടേ? ഞാൻ മറ്റേ മന്ത്രി പറഞ്ഞ മാതിരി ഇവിടെ ആളുകൾ മരിക്കാത്തതുകൊണ്ട് സർക്കാരിൻ്റെ ബാധ്യത കൂടുകയാണെന്ന് പറയണില്ല. അത് വിവാദവും ഏത് അത് പുള്ളിക്ക് അത് പ്ലേസ് ചെയ്യാൻ തെറ്റിപ്പോയതാണ്. പുള്ളി ഉദ്ദേശിച്ചത് അതല്ല. അതായത് നമ്മൾ സാലറി കൊടുക്കുന്നതിനേക്കാൾ വലിയ പൈസ നമുക്ക് പെൻഷനായിട്ട് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ഈ കോൺട്രിബ്യൂട്ടറി പെൻഷൻ കൊണ്ടുവന്നത്. ഇല്ലെങ്കിൽ സാലറി കൊടുക്കുന്നതിനേക്കാൾ വലിയ റേറ്റ്. പക്ഷേ ഇനി സോഷ്യൽ വെൽഫെയർ മെഷേഴ്സ് വേണ്ടേ? ഈ ജെറിയാട്രിക് മെഡിസിൻ അല്ലേ, ജെറിയാട്രിക് കെയർ, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി വലിയ ഹ്യൂജ് എമൗണ്ട് ഈ ഒരു പോപ്പുലേഷന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ മാറ്റിവെക്കേണ്ടി വരും. പിന്നെ നമ്മൾ നേരിടുന്ന പ്രശ്നം എന്താ? നേരത്തെ റെമിറ്റൻസിനെ പറ്റിയാണ് പറഞ്ഞത്. റിവേഴ്സ് റെമിറ്റൻസ് ഉണ്ട് കേരളത്തിൽ നിന്ന്. എത്ര ലക്ഷം മൈഗ്രൻസ് ഉണ്ട് കേരളത്തിൽ? 29 ലക്ഷം. അവരാകെ കഴിക്കുന്നത് ചപ്പാത്തിയും ദാലും മാത്രമാണ്. വേറെ സാധനം കഴിക്കില്ല. കാശ് മുഴുവൻ അങ്ങോട്ട് കൊണ്ടുപോകാം. സൈഫൺ ചെയ്ത് മറ്റ് സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. കേരള ഇക്കോണമിയിലുള്ള പൈസ സൈഫൺ ചെയ്ത് മറ്റ് സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇക്കോണമി, ഞാൻ അതിൻ്റെ ഒരു സോഷ്യൽ ഇഷ്യൂ അല്ല പറഞ്ഞത്, ഞാൻ അതിൻ്റെ ഒരു ഇക്കണോമിക് ഇമ്പാക്റ്റാണ് പറഞ്ഞത്. അത് കേരള ഇക്കോണമിയെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. നിങ്ങൾ 2016, ഇത് 2026 പോവുകയുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ ടേം കഴിയുമ്പോൾ 1,67 ലക്ഷം കോടി രൂപയായിരുന്നു നമ്മുടെ ഡെറ്റ്, കടം കേരളത്തിൻ്റെ. 10 കൊല്ലം കഴിയുമ്പോൾ 2026 ആകുമ്പോൾ
ഈ 1.67 ലക്ഷം കോടിയിൽ നിന്ന് കേരളത്തിൻ്റെ ഡെറ്റ് 6 ലക്ഷം കോടിയായി വർദ്ധിക്കാൻ പോകും. 6 ലക്ഷം കോടി. ഇന്നലെ ചീഫ് മിനിസ്റ്റർ ആസ് എമ്മയുടെ സ്റ്റേറ്റ്മെന്റ്, അതായത് കേരളം കടക്കണിയിലാണെന്ന് പറയുന്നവരെല്ലാം വികസന വിരോധികളാണെന്ന് പറഞ്ഞു. അല്ല, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഞാൻ പൊളിറ്റിക്സ് അല്ല പറഞ്ഞു. ഇപ്പോൾ നമുക്ക് സോഷ്യൽ വെൽഫെയർ മെഷേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ മരുന്നില്ല ആശുപത്രിയിൽ, എന്താ കാര്യം? മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് പൈസ കൊടുക്കാനുണ്ട് സ്റ്റേറ്റ്. മാവേലി സ്റ്റോറിൽ ചെന്നാൽ ബീവറേജ് കാണുന്ന പോലത്തെ സാധനമില്ല. മാവേലി സ്റ്റോറിൽ എസെൻഷ്യൽ കൊമോഡിറ്റി ഒന്നുമില്ല, ഒരു സാധനമില്ല. എന്താ കാര്യം? സപ്ലൈക്കോയ്ക്ക് ഗവൺമെൻറ് ഹ്യൂജ് എമൗണ്ട് ഗവൺമെൻറ് കൊടുക്കുന്നില്ല. അപ്പോൾ അതെല്ലാം സാധാരണക്കാരായ ആളുകളെ ബാധിക്കും. ഇപ്പം ഇൻഫ്ലേഷൻ കൂടിയെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഗൗരവമായിട്ട് എടുത്തില്ല. ഇൻഫ്ലേഷൻ കൂടിക്കഴിഞ്ഞപ്പോൾ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നം വരും. അത് ഏറ്റവും കൂടുതൽ സാധാരണക്കാരെ, ഈ ഇൻഫ്ലേഷൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സാധാരണക്കാരായ ആളുകളെ ബാധിക്കും. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കേരള ഇക്കോണമി നേരിടുന്നുണ്ട്, ഭാവിയിലും ഇപ്പോഴും നേരിടുന്നുണ്ട്. ഒരുപാട് വെല്ലുവിളികളെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ ശ്രദ്ധിക്കാത്തത്, നമ്മൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. നമുക്കൊരു നോളജ് ഇക്കോണമി ഡെവലപ്പ് ചെയ്യുക, അത് ഇക്കോണമിയുടെ ഭാഗമാണ്. നോളജ് ഇക്കോണമി നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണ്ടേ? നമുക്ക് പുതിയ മെത്തേഡ്സ് കൊണ്ടുവരണ്ടേ? പുതിയ സൺറൈസ് ഇൻഡസ്ട്രീസ്, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെ, ബ്ലോക്ക് ചെയിൻ, എന്തൊക്കെയാണ് പറയുന്നത്? പുതിയ സങ്കേതങ്ങൾ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് കേട്ട് വായിച്ചു പോയാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഈ ഡെക്കേഡ് ആകുമ്പോഴേക്കും അത് ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെ കൂടെ എത്തുമെന്നാണ് പറയുന്നത്. ഒരു 4-5 വർഷം കഴിയുമ്പോൾ അത് ഹ്യൂമൻ ഇൻ്റലിജൻസിനെ ബൈപ്പാസ് ചെയ്യും. എന്നിട്ട് പറയുന്നത് നമ്മുടെ ബ്രെയിനുമായിട്ട് അതിനൊരു കണക്ടിവിറ്റി ഉണ്ടാക്കാൻ പറ്റും. കണക്ടിവിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ ഹ്യൂമൻ ഇൻ്റലിജൻസ് 1 മില്യൺ ഫോൾഡ് ഇൻക്രീസ് ചെയ്യുമെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഒടുക്കത്തെ ബുദ്ധിയാണ് നമുക്ക് ഇപ്പം തന്നെ. അത് 1 മില്യൺ ഹോൾഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലുള്ള സ്ഥിതി എന്താ? അത് ട്രംപിനെ പോലെയൊക്കെയുള്ള ഭരണാധികാരികളുടെ കയ്യിലേക്ക് സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഇതെങ്ങനെയായിരിക്കും അവർ ഉപയോഗിക്കുന്നത്? ഏത് തരത്തിലായിരിക്കും അവർ ചെയ്യാൻ പോകുന്നത്? നമ്മുടെയൊക്കെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് വല്ലാത്ത ഒരു അപകടകരമായ അവസ്ഥയിലേക്കാണ്. മാത്രമല്ല, നമുക്ക് നോളജ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇപ്പം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻറ്റ് പഠിക്കുന്ന വിഷയം കോളേജിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നോളജ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റം ഈ സൺറൈസ് ഇൻഡസ്ട്രി വെച്ച് നമുക്ക് ചെയ്യണം. ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഇടപെടൽ നടത്തും. നമ്മൾ പഴയ കാലത്തിരിക്കുകയാണ്. ഇപ്പോൾ പ്ലാന്റേഷൻസ്, നിങ്ങൾക്കറിയാം, പ്ലാന്റേഷൻസ് കംപ്ലീറ്റ് പൂട്ടിക്കിടക്കുക. ഒരു ഇൻ്റർവെൻഷൻ വേണ്ടേ അവിടെ? അപ്പോൾ പണ്ട് നമ്മൾ ലാൻഡ് റീഫോംസ് ആക്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തേയിലത്തോട്ടങ്ങൾ മുഴുവൻ പൂട്ടിക്കിടക്കുക. അപ്പം നമുക്ക് ആ ലാൻഡ് റീഫോംസ് ആക്ടിൽ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നു. സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന ഫ്രൂട്ട്സ് ഉണ്ടല്ലേ, അവക്കാഡോ അല്ലേ, റംബുട്ടാൻ തുടങ്ങി ഒരുപാട് സാധനം ട്രോപ്പിക്കൽ ക്ലൈമറ്റാണ്. കേരളത്തിൽ അത് വളരും. അപ്പം നമ്മുടെ ലാൻഡ് റീഫോംസ് ആക്ടിൽ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നു. ഈ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒരു പ്ലാന്റേഷൻ ക്രോപ്പാക്കി മാറ്റിക്കഴിഞ്ഞാലോ ഈ നഷ്ടത്തിൽ കിടക്കുന്ന തേയില ഫാക്ടറികൾ മുഴുവൻ അതിൻ്റെ അകത്തൊരു പകുതിയെങ്കിലും നന്നായിട്ട് വർക്ക് ചെയ്ത് അവർ നല്ല ലാഭം ഉണ്ടാക്കും. അപ്പോൾ കാലാനുസൃതമായ മാറ്റം എല്ലാ രംഗങ്ങളിലും ഉണ്ടാകണം. പിന്നെ തൊഴിലിൻ്റെ നേച്ചർ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാലോ, കോവിഡിന് മുമ്പുള്ള തൊഴിലും കോവിഡിന് ശേഷമുള്ള തൊഴിലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ലോകത്തെ ഏറ്റവും വലിയ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ് നേച്ചർ ഓഫ് ജോബ് ചേഞ്ച് ചെയ്യുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടി സൂക്ഷിച്ച് സ്കിൽ ഡെവലപ്മെൻറ്റും റീസ്കിൽ ഡെവലപ്മെൻറ്റും വേണം. റീസ്കില്ല് ചെയ്യണം. നമ്മൾ ചെയ്യുന്നുണ്ടോ? നമ്മുടെ അക്കാഡമിക്സിനെ നമ്മൾ ഇൻഡസ്ട്രി ആയിട്ട് കണക്ട് ചെയ്യുന്നത്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി പണ്ട് ഉണ്ടാക്കിയത് ഇവിടെ കളമശ്ശേരിയിൽ ഇത്ര ഇൻഡസ്ട്രി ഉള്ളതുകൊണ്ട് അതുമായിട്ട് കണക്ട് ചെയ്യാൻ വല്ല ബന്ധമുണ്ടോ? അന്ന് ഷിപ്പ് ടെക്നോളജി കോഴ്സ് തുടങ്ങിയത് ഇവിടെ ഷിപ്പ് യാർഡ് വന്നുകൊണ്ടാണ്. ആ ഷിപ്പ് ടെക്നോളജി പഠിച്ച് ഒരുപാട് പേർക്ക് ജോലി കിട്ടി. പക്ഷെ ഇപ്പം നമ്മൾ അങ്ങനെ കണക്ട് ചെയ്ത് ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് നമ്മുടെ കുട്ടികളെ പുറത്തു പോവാതെ നമുക്ക് ഇവിടെ തന്നെ നിർത്താൻ പറ്റും. സ്കിൽ ഡെവലപ്മെൻറ്റും പുതിയ കോഴ്സുകൾ. നമ്മളൊക്കെ പഠിക്കുമ്പോൾ 90% എന്തെങ്കിലും മാത്രമേ ഉള്ളൂ ഫിസിക്സിനും കെമിസ്ട്രിയിലും അഡ്മിഷൻ കിട്ടുള്ളൂ. ഇപ്പോൾ ഫിസിക്സും കെമിസ്ട്രി ആർക്കും വേണ്ട. ന്യൂ ജനറേഷൻ കോഴ്സുകൾ വന്നിട്ട് കേരളം അറിഞ്ഞോ? എവിടെയാണ് കേരളത്തിൽ ന്യൂ ജനറേഷൻ കോഴ്സുകൾ? എത്ര സ്ഥലത്ത് തുടങ്ങി? ആർക്ക് വേണം? ഇപ്പോൾ വേണ്ടാത്ത കോഴ്സുകൾ, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ആർക്ക് വേണം? അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത്, അഗ്രികൾച്ചർ രംഗത്ത്, ആരോഗ്യ രംഗത്ത് ഒരുപാട്. ആരോഗ്യ രംഗത്തൊന്നും ഡാറ്റയൊന്നും ഉപയോഗിക്കുന്നില്ല. ഇത് ബിഗ് ഡാറ്റയുടെ കാലമാണ്. നമ്മൾ ടെക്നോളജി പറയുന്നത്. ഞാൻ നമ്മുടെ ഗ്രീസിലെ പഴയ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു യൂനസ് വാറഫോക്കീസ് എന്ന് പറയുന്ന വലിയൊരു എക്കണോമിസ്റ്റാണ്.
ഞാൻ എക്കണോമിക്സ് പഠിച്ചിട്ടില്ല സത്യമായിട്ട്. അസംബ്ലി ചെന്നപ്പോൾ അസംബ്ലിയിലെ ബിസിനസ് ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ബിസിനസ്സും പിന്നെ ഫിനാൻഷ്യൽ ബിസിനസ്സുമാണ്. അപ്പോൾ ഞാൻ ലോ ആയതുകൊണ്ട് എനിക്ക് അത്യാവശ്യം കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ മനസ്സിലാവും. മറ്റതൊരു സാധനം അറിയില്ല. അത് നോക്കിയപ്പോൾ അപ്പുറത്ത് ഐസക്കിനെ പോലത്തെ ആളാണ്. ഞാൻ ഇപ്പുറത്തിരുന്ന് കൊച്ചുകുട്ടിയെ പോലെ പഠിച്ചു തുടങ്ങിയതാണ്. പിന്നെ ബുക്സൊക്കെ വായിച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ ഐസക്കിനെ പോലത്തെ പ്രഗത്ഭനായ ഒരാൾ ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. അപ്പുറത്ത് ആയതുകൊണ്ട് അത് സ്കോളറും എക്കണോമിക്സും ടീച്ചറുമാണ്. അപ്പോൾ ആളായിട്ട് പറയണമെങ്കിൽ അത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവണ്ടേ ആദ്യം പഠിക്കാൻ വേണ്ടി. അല്ലാതെ കോളേജിൽ പോലും അത്രയും നന്നായിട്ട് പഠിച്ചിട്ടില്ലേ, അതേപോലെ പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ നോക്കും. അപ്പോൾ ഇയാൾ ഒരു മകൾക്ക് എഴുതിയൊരു ബുക്കുണ്ട് പണ്ട്, അത് ഞാൻ വായിച്ചിട്ടുണ്ട്. ടോക്കിംഗ് ടു മൈ ഡോട്ടർ അബൌട്ട് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞിട്ട് ഈ യൂണിസ് പറഞ്ഞ ഫോക്ഷൻ അതിമനോഹരം. ഞാൻ കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു പുസ്തകമാണ്. അതിമനോഹരമായി ക്യാപിറ്റലിസത്തെക്കുറിച്ച് ഇയാൾ എഴുതിയാണ്. ഇയാളിപ്പോൾ എഴുതിയ ഒരു ലേറ്റസ്റ്റ് പുസ്തകം ടെക്നോ ഫ്യൂഡലിസം എന്നുള്ള വാക്ക്. ടെക്നോ ഫ്യൂഡലിസം റീപ്ലേസിങ് ക്യാപിറ്റലിസം എന്നാണ്. ടെക്നോ ഫ്യൂഡലിസമാണ് ലോകം മുഴുവൻ എല്ലായിടത്തും. മീഡിയ മാറി, പ്രിന്റ് മീഡിയ പോയി, വിഷ്വൽ മീഡിയ പോയി, ഡിജിറ്റൽ മീഡിയ പോയി, ക്ലൗഡ് മീഡിയയായി. ഫിനാൻസ് എന്താണ് ചൈനയും അമേരിക്കയും തമ്മിൽ നടക്കുന്ന ട്രേഡ് വാർ ക്ലൗഡ് ഫിനാൻസിങ് ആണ്. അത് ഒരു നിയോ കൊളോണിയലിസത്തിൻ്റെ ഭാഗമായി, കൊളോണിയലിസമൊക്കെ പോയി, പക്ഷെ നിയോ കൊളോണിയലിസത്തിൻ്റെ ഭാഗമായി ക്ലൗഡ് ഫിനാൻസിങ് ആണ്. അമേരിക്ക കംപ്ലീറ്റ് കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യുക, പക്ഷേ പൈസ വാൾസ്ട്രീറ്റിൽ തന്നെ സൂക്ഷിക്കുകയാണ്. ചൈനയ്ക്ക് അത് മനസ്സിലായി. ചൈന അവിടെ പോയി ക്ലൗഡ് ഫിനാൻസിങ് തുടങ്ങുകയാണ്. ഇവർക്ക് പാരലായിട്ട് കോമ്പറ്റീഷനാണ്. ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് പലർക്കും ഇതെന്താണ് ഇവർ തമ്മിൽ നടക്കുന്നതെന്ന് പല സ്ഥലത്തും മനസ്സിലായിട്ടില്ല. അപ്പോൾ ടെക്നോളജിയാണ്, ടെക്നോളജി അപ്ഡേറ്റ് ചെയ്തിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ഹോമോസാപ്പിയൻസ് എഴുതിയാണ് ഹരാരയുടെ ഒരു ഹോമോ ഡിയോസിൽ പറയുന്നുണ്ട്, ഫ്യൂച്ചറിനെ കുറിച്ച് പറയാം. അയാൾ മെഡിക്കൽ സയൻസ് മെഡിക്കൽ സയൻസിനെ കുറിച്ച് പറയാം. അപ്പോൾ അയാൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, വളരെ പ്രസക്തമായ ചോദ്യം. കഴിഞ്ഞ നൂറ്റാണ്ടിൽ മനുഷ്യൻ്റെ ആയുസ് ലൈഫ് എക്സ്പെക്റ്റൻസി എത്രയായിരുന്നു? 35-40. ഇപ്പം എത്രയാണ്? 75-80. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അതുള്ള ആർക്കാണെന്നറിയാമോ? ജപ്പാനിലെ സ്ത്രീകൾക്കാണ്. നിങ്ങൾ സ്ത്രീകളൊക്കെ ഒന്ന് പരിശോധിക്കണം. 87.5 ലൈഫ് എക്സ്പെക്റ്റൻസി ജപ്പാനിലെ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ അവർക്കാണ്. എന്തുകൊണ്ടാണ് 35-40 ഇപ്പോൾ 75-80 ആയത്? മെഡിക്കൽ സയൻസിൻ്റെ വളർച്ച. കഴിഞ്ഞ നൂറ്റാണ്ടിൽ പോയപ്പോൾ എന്ത് പറ്റി മരിച്ചത്? ഒരു നെഞ്ചുവേന വന്നു. ഇപ്പോൾ നെഞ്ചുവേന വന്നാലോ ട്രെഡ്മില്ലിൽ ഓടിക്കും അല്ലേ, ECG എടുക്കും, പിന്നെ ആൻജിയോഗ്രാം ചെയ്യും, ആൻജിയോപ്ലാസ്റ്റി ചെയ്യും, ബൈപ്പാസ് സർജറി ചെയ്യും, 4 ദിവസം കഴിയുമ്പോൾ എണീറ്റ് ജോലിക്ക് കൂടെന്ന് പറയും. പറ്റും. പണ്ട് അതില്ലല്ലോ. അപ്പോൾ പുള്ളി ചോദിക്കുന്ന ഒരു പ്രസക്തമായ ചോദ്യമുണ്ട്, അടുത്ത നൂറ്റാണ്ടിൽ മനുഷ്യൻ്റെ ആയുസ് എത്രയായിരിക്കും? 160-നും 180-നും വയസ്സിനിടയിലായിരിക്കുന്നവർ. അടുത്ത നൂറ്റാണ്ടിൽ ജനിച്ചാൽ മതി എന്ന്. അതിനെന്താ പറയുക? മെഡിക്കൽ സയൻസിൻ്റെ വളർച്ചയാണ് പറയണത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയാണ് പറയണത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മുമ്പിൽ കാറ് വർക്ക്ഷോപ്പിൽ ചെല്ലുമ്പോൾ സ്കാൻ ചെയ്യില്ലേ, അതുപോലെ അവൻ ചെല്ലുമ്പോൾ തന്നെ സ്കാൻ ചെയ്യും. എന്നിട്ട് പറയും, അപ്പം തന്നെ ഡയഗ്നോസ് ഇതാണ് അസുഖം എന്ന് പറയും. അടുത്തത് പ്രിസ്ക്രിപ്ഷനാണ്. ഇപ്പോൾ ഒരു അസുഖം വന്ന പോക്കാണ് നമുക്ക്. കാരണം ഒരാൾ പറയും നമുക്ക് അലോപ്പതി പോകണമെന്ന് പറയും, വേറെ ആൾ ഒരു ബെസ്റ്റ് ആയുർവേദം എന്ന് പറയും, വേറെ ആൾ ഒരു യുനാനി ബെസ്റ്റാണ്, വേറെ ആൾ ഹോമിയോ എന്ന് പറയും. അപ്പോൾ വേറൊരുത്തം വന്നിട്ട് പറയും വയനാട്ടിലൊരു മറ്റേ ഒറ്റമൂലിയുണ്ട്, അത് പോയി കഴിച്ചാൽ മതി എന്ന്. ഇത് പറഞ്ഞു കേട്ട് തന്നെ നമ്മളെ കാറ്റ് പോകും. മറ്റേത് ആ പ്രശ്നമില്ല. അപ്പം തന്നെ പറയും 5-8 മരുന്നെടുത്തിട്ട് പറയും ഈ മരുന്നൊന്നും വേണ്ട, ഇത് എൻ്റെ കിഡ്നി പോവും, ലിവർ പോവും, താൻ ഇത് കഴിച്ചാൽ മതി, റൈറ്റ് മെഡിസിൻ കൊടുക്കും, അസുഖം മാറും. പിന്നെ പറയേണ്ട ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും നാനോ ടെക്നോളജിയും കൂടി മർജ് ചെയ്തിട്ട് ഒരു അത്ര വിസിബിൾ അല്ലാത്ത നാനോ റോബോട്ട് ഉണ്ടാക്കും. എന്നിട്ട് അത് വെയിനിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും. എന്നിട്ട് പിള്ളേർ വീഡിയോ ഗെയിം കളിക്കുന്ന പോലെ ഡോക്ടർ ഇങ്ങനെ വീഡിയോ ഗെയിം വെച്ച് ഈ സാധനം വിടും. ഹാർട്ട് ബ്ലോക്ക് ഉള്ളവൻ്റെ നാനോ റോബോട്ട് പോയി ഹാർട്ടിൻ്റെ ബ്ലോക്ക് കംപ്ലീറ്റ് മാറ്റും. ഒരു ആൻജിയോപ്ലാസ്റ്റിയും വേണ്ട, ഒരു ബൈപ്പാസ് സർജറിയും വേണ്ട. ക്യാൻസറസ് സെല്ലുകൾ ഉണ്ടെങ്കിൽ ക്യാൻസറസ് സെല്ലുകൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്യും. ഒരു കീമോതെറാപ്പിയും വേണ്ട, റേഡിയേഷൻ വേണ്ട, ഒരു ഒന്നും വേണ്ട. പിന്നെ ഒരു ഞെട്ടിക്കുന്ന സാധനമുണ്ട്, എന്താണെന്നറിയോ? ഏജിങ് പ്രോസസ്സ് റിവേഴ്സ് ചെയ്യും. വയസ്സാവൂലെന്ന് ഈ കുഞ്ഞുരാനൊക്കെ കണ്ടുകഴിഞ്ഞാൽ 125 വയസ്സാകുമ്പോൾ ഇതുപോലെ സുന്ദരനായിട്ടിരിക്കും. വയസ്സാവില്ല. അത് ആയിക്കഴിഞ്ഞു. അപ്പം ആയിക്കഴിഞ്ഞു. ഈ ചേഞ്ച് ഒരു സബ്ജക്റ്റിൽ മാത്രം ഉണ്ടാകുന്ന ചേഞ്ചാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പറയണ്ടല്ല, ഈ കിഡ്നി പോയി കഴിഞ്ഞാൽ വേറൊരാളുടെ കിഡ്നി ഒന്നും അന്വേഷിച്ച് നടക്കണ്ട, ഡോണറെ അന്വേഷിച്ചു. ആർട്ടിഫിഷ്യൽ കിഡ്നി, ആർട്ടിഫിഷ്യൽ ലിവർ, ആർട്ടിഫിഷ്യൽ ഹാർട്ട്. ചിലപ്പോൾ ഒരു 150 വയസ്സാകുമ്പോൾ ജനിച്ചപ്പോൾ ഒന്നും ഉണ്ടാവില്ല ബോഡിയിൽ, എല്ലാം ആർട്ടിഫിഷ്യലായിരിക്കും. പക്ഷെ മരിക്കുന്നില്ല എന്ന് പറയുന്നില്ല. മരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ വാക്കിന് ശരിക്കും ഇമ്മോർട്ടൽ എന്നുള്ള വാക്കല്ലേ ഇംഗ്ലീഷിൽ പറയണത്, അനശ്വരം എന്ന് പറയുന്നത്.
ഇത് ആ വാക്കല്ല ഉപയോഗിക്കണം. ഈ വാക്ക് ഉപയോഗിക്കണം, അമോർട്ടൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കണം. അത് മരിക്കും, അസുഖം വന്ന് മരിക്കില്ല, കയ്യിലിരിപ്പ് ചിലപ്പോൾ ഇതിനേക്കാൾ മോശമായിരിക്കും. തമ്മിൽ തല്ലി മരിക്കും, യുദ്ധം ചെയ്ത് മരിക്കും, പാര വെച്ച് കൊല്ലും, പിന്നെ യുദ്ധം ചെയ്തു പോവും ഒക്കെ പോവും. പക്ഷെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു അപകടം നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ മനുഷ്യനുണ്ടാക്കിയിരിക്കുന്ന ക്രിയേഷൻസ് മനുഷ്യനത്രയും ബുദ്ധിയുള്ള ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ആദ്യമായിട്ടാണ് മനുഷ്യനേക്കാൾ ബുദ്ധി ഇപ്പോൾ നമ്മളുണ്ടാക്കിയതല്ല. കടാര ഇവിടെ ഈ ടേബിളിൽ വെച്ചാൽ ഇവനെ എണീറ്റ് വന്ന് നിങ്ങളാരെങ്കിലും കുത്തുവോ? ഒരാൾ വന്ന് കടാര പിടിച്ച് കുത്തിയാലേ ഉള്ളൂ. ഫുൾ ഓർഡർ റിവോൾവർ വെറുതെ എഴുന്നേറ്റ് വന്ന് ചുമ്മാ ഇപ്പോൾ കാശ്മീരിൽ ചെയ്ത പോലെ ആരെങ്കിലും വെടിവെക്കുമോ? റിവോൾവർ ഒറ്റയ്ക്ക് ഒരുത്തം വേണ്ട അതിൻ്റെ പുറകിൽ. ഇനി ബോംബ് ഏറ്റവും കുഴപ്പം പിടിച്ച സാധനമാണ്. ഒറ്റയ്ക്ക് പ്ലെയിനിൽ കയറി ഗാസയിൽ പോയി ബോംബിടും. പക്ഷെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതല്ല. മനുഷ്യൻ്റെ ചരിത്രത്തിൽ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് ഫസ്റ്റ് ടൈം മനുഷ്യനെ ബൈപ്പാസ് ചെയ്യുന്ന ഇൻ്റലിജൻസ് ഉള്ളൊരു സംഭവം വന്നിരിക്കുക. ഇതൊക്കെ ഈ കാലം മാറുന്നത് അനുസരിച്ച് നമ്മുടെ ഇക്കോണമി, നമ്മുടെ നോളജ് ഇക്കോണമി, നമ്മുടെ സ്കിൽ ഡെവലപ്മെൻറ്റ്, നമ്മുടെ റീസ്കിൽ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റമൈസ് ചെയ്യുക കാര്യങ്ങൾ. ഇപ്പോൾ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷനൊക്കെ എത്ര ഭംഗിയായിട്ട് ഇപ്പോൾ ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്ര ഭംഗിയായിട്ട് ചെയ്യാം. നമുക്ക് എവിടെ ഇരുന്നാലും നമുക്കറിയാലോ ഏത് വർക്കാണ് നടക്കുന്നത്. ഈ ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് തീരേണ്ട വർക്ക് 5 മണിക്ക് മുമ്പ് തീർന്നില്ലെങ്കിൽ 5:01 വരണ്ടേ? 5:01 അറിയണ്ടേ? എൻ്റെ കമാൻഡിലിരിക്കുന്ന ആൾ അറിയണ്ടേ ഇന്ന് 5 മണിക്ക് തീരേണ്ട വർക്ക് 5:01 അറിഞ്ഞു. ഞാനാണ് കമാൻഡിലിരിക്കുന്ന ആൾ, പ്രോജക്റ്റ് മാനേജർ. ഞാൻ അറിഞ്ഞു ഇന്ന് തീരേണ്ട വർക്ക് തീർന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ആക്ട് ചെയ്യാമല്ലോ, ആ ടെക്നോളജി ഉപയോഗിച്ച് എനിക്ക് ആക്ട് ചെയ്യാമല്ലോ. ഇത് 1 കൊല്ലം കഴിഞ്ഞാലും അറിയുന്നില്ല ഞാൻ ഇത് തീർന്നിട്ടില്ല എന്ന്. ഈ ശനിയാഴ്ച തീരേണ്ട വർക്ക് ഇതാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാ ലീക്കേജസും അടച്ച് നമ്മുടെ നിലവിലിരിക്കുന്ന സിസ്റ്റത്തെ നമ്മൾ നന്നായി സിസ്റ്റമൈസ് ചെയ്ത് നമുക്ക് വരുമാന വർധനവുണ്ടാക്കി ആ വരുമാനം കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റും മറ്റു കാര്യങ്ങൾക്ക്. 2 കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഒന്ന്, അറബിക്കടലാണല്ലോ. എല്ലാ ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കണം. ഒരു വലിയ പോർട്ട് വന്നല്ലോ, വിഴിഞ്ഞം പോർട്ട്. ഇവിടെയുണ്ട് ഒരു ഇൻ്റർനാഷണൽ പോർട്ട്. ഇതിൻ്റെ ഇടയിൽ എത്ര ചെറിയ മിനി പോർട്ടുകളുണ്ടെന്ന് അറിയാം? 17 പോർട്ടുകളുണ്ട്. എന്തുകൊണ്ട്? എൻ്റെ ഒരു ഡ്രീമാണ്, ഞാൻ സീരിയസ് ആയിട്ട് എൻ്റെ ഒരു ഡ്രീമാണ് കേരളത്തിൽ ഈ കോസ്റ്റൽ ഏരിയയിലുള്ള മേജർ പോർട്ടുകളെയും മിനി പോർട്ടുകളെയും തമ്മിലൊരു കണക്ടിവിറ്റി ഉണ്ടാക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കാമല്ലോ. നമുക്ക് വെസൽസ് കൊണ്ടുവരാമല്ലോ. ആദ്യം ഈ നമ്മൾ വലിയ വലിയ പ്രശ്നമുള്ള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടല്ലോ, എന്താണ് ഫ്യൂവൽസ്, അതുപോലത്തെ ഗ്യാസ്, ഇതുപോലുള്ള ഏറ്റവും അപകട സാധ്യതയുള്ള മെറ്റീരിയൽസ് മുഴുവൻ അതിൽ കൊണ്ടുവരല്ല. അപ്പോൾ തന്നെ നമ്മുടെ റോഡ് എത്ര ഫ്രീ ആയി. പിന്നെ ചീപ്പാണ്, റോഡ് ട്രാൻസ്പോർട്ടേഷനേക്കാൾ ചീപ്പാണ് ആ ട്രാൻസ്പോർട്ടേഷൻ, പൈസ കുറവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടൂറിസം വെസൽസൊക്കെ അല്ല. കാസർഗോഡ് നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് കയറിയാൽ നാളെ രാവിലെ തിരുവനന്തപുരത്തെത്തി നാളെ വൈകുന്നേരം അവിടെ നിന്ന് മടങ്ങിപ്പോകുന്ന ടൂറിസം വെസൽസ് ഉണ്ടാക്കാമല്ലോ, ഇല്ലേ? എന്തെല്ലാം സാധ്യതകൾ നമുക്ക് അവിടെ ഉണ്ട്. എയർപോർട്ട്, എത്ര എയർപോർട്ട് ഉണ്ട്? തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ, 4 ഇൻ്റർനാഷണൽ എയർപോർട്ടുകൾ. ഈ എയർപോർട്ട് നന്നായി പോകുന്നുണ്ട്. കൊച്ചി ബാക്കി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? എന്തൊരു സാധ്യതയാണുള്ളത്. ബാംഗ്ലൂർ എയർപോർട്ട്, ഞാൻ അതിൻ്റെ MD എൻ്റെ ഫ്രണ്ടാണ്. ഞാൻ അദ്ദേഹത്തെ ഒരു ഇൻ്റർവ്യൂ ചെയ്തു, ഞാൻ ഞെട്ടിപ്പോയി. കർണാടക GDPയുടെ 5% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. 5% കാർഗോയും മറ്റു സംവിധാനങ്ങളെല്ലാം. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ദുബായ് എയർപോർട്ട് അറിയാലോ. ദുബായ് എയർപോർട്ട് ദുബായിയുടെ 27.5% GDP കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ദുബായ് എയർപോർട്ടാണ്. നിങ്ങൾ സിംഗപ്പൂർ പോർട്ടുകൾ, സിംഗപ്പൂർ പോർട്ട്, സിംഗപ്പൂർ ഈസ് എ പോർട്ട് സിറ്റി, സിയാറ്റിൽ ഈസ് എ പോർട്ട് സിറ്റി. ഇല്ല, ലോകത്തിലെല്ലാം പോർട്ടുകൾ ഡെവലപ്പ് ചെയ്യാമല്ലോ. പോർട്ടുകൾ ഡെവലപ്പ് ചെയ്യാം, അതിൻ്റെ കൂടെ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യാം, എയർപോർട്ടുകൾ ഡെവലപ്പ് ചെയ്യാം. പൈലറ്റ്സിനെ കിട്ടാനില്ല ലോകത്ത്, പൈലറ്റിനെ കിട്ടാനില്ല. കൊച്ചി എയർപോർട്ടിനും കണ്ണൂർ എയർപോർട്ടിനും കൂടി ഒരു ജോയിൻറ്റ് വെഞ്ചറായിട്ട് ഒരു പൈലറ്റ് ട്രെയിനിങ് സ്കൂൾ തുടങ്ങിയാൽ ഒരു 100 പേരെ ഒരു വർഷം പൈലറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ലേ? ഒരു എയർ ഹോസ്റ്റസ് കോച്ചിങ് തുടങ്ങിയാലോ? ഒതൻറ്റിക്കായിട്ട് കേരള ഗവൺമെൻറ്റിൻ്റെ ബാക്കപ്പോടുകൂടി ഈ 2 എയർപോർട്ട് സ്റ്റേറ്റിൻ്റെ എയർപോർട്ടല്ലേ. എയർ ഹോസ്റ്റസ് ട്രെയിനിങ് കൊടുത്തിട്ട് എയർ ഹോസ്റ്റസ്മാർ നല്ല സ്റ്റാൻഡേർഡുള്ള ഏറ്റവും നല്ല ലെവലുള്ള ഏത് എന്താ പറയുന്നത് നമ്മൾ
അവിടെ വന്ന് പിള്ളേരെ എടുത്തോണ്ട് പോയില്ലേ? ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കില്ലേ? ഇല്ലേ? ഞാൻ ഗിരീഷ് അറിയിക്കും, ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കില്ലേ? പൈലറ്റിനെയൊക്കെ കോഴ്സ് തീരുന്നതിനും കൊണ്ടുപോകും, എയർ ഹോസ്റ്റസിനെ കൊണ്ടുപോകും. എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് തുടങ്ങാൻ പാടില്ലേ? കൊച്ചിയിൽ വന്നാൽ അല്ലെങ്കിൽ കണ്ണൂരിൽ വന്നാൽ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് തുടങ്ങി എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് നടത്തും. കുറവാണ്. അപ്പോൾ ആ ഇൻഡസ്ട്രി എന്താണ്, എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രി എന്താണ് എന്ന് പഠിച്ച്, ബിസിനസ് എന്താണ് എന്ന് സ്റ്റഡി ചെയ്ത് നമുക്കുള്ള സാധ്യതകളെ നമ്മൾ അടയാളപ്പെടുത്തി നമുക്ക് ഈ 4 എയർപോർട്ടുകളെയും ഈ 17 മിനി പോർട്ടുകളെയും 2 ഇൻ്റർനാഷണൽ പോർട്ടുകളെയും എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ ഇക്കോണമിയിൽ നമുക്ക് ഒരു 5 വർഷം കൊണ്ടുണ്ടാകാവുന്ന ഗ്രോത്ത് ഭയങ്കര ഇപ്പം ചെയ്യണമെന്ന് അറിയാം. ഇപ്പം പ്ലാനിങ് ഇല്ല. നെഹ്റു ഒന്നും മോശക്കാരായതുകൊണ്ടല്ലല്ലോ പ്ലാനിങ് കൊണ്ടുവന്നു. പ്ലാനിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്താ? പ്ലാനിങ്ങിന് ഒരു പ്രയോറിറ്റി ഉണ്ട്. ഹെൽത്തിന് കൊടുക്കണോ, എഡ്യൂക്കേഷന് കൊടുക്കണോ? ആദ്യം അഗ്രികൾച്ചറിനെ കൊടുത്തത് ആദ്യത്തെ പ്ലാൻ. എന്താ കാര്യം? എല്ലാവരും പട്ടിണിയായിരുന്നു. പിന്നെ ഇൻഡസ്ട്രിക്ക് കൊടുത്തു, അല്ലേ? അങ്ങനെയാണ് ഈ പറയുന്ന വലിയ ഇൻഡസ്ട്രിയൊക്കെ ഇന്ത്യയിൽ ഉണ്ടായത്. ഫോക്കസ് കൊടുക്കുക. പിന്നെ റീജിയണൽ ഇംബാലൻസ് പരിഹരിക്കുക. പിന്നോക്കാവസ്ഥ ആർക്കാണ് എന്ന് പറഞ്ഞാൽ അത് പരിഹരിക്കുക. പ്ലാനിങ്ങിൽ എപ്പോഴും ഒരു നീതിയുണ്ട്. ഇപ്പം എല്ലാവരും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും സെൻട്രൽ ഗവൺമെൻറ്റും എല്ലാം പ്ലാനിങ് വിട്ടു. എല്ലാവരും എവിടേക്കാണ് പോകണം? പ്രോജക്റ്റുകളുടെ പുറകെയാണ് പോകണം. പ്രോജക്റ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്താ? ചില്ലറ. അല്ലാതെ എന്താണ്? പ്രോജക്റ്റ് കൊണ്ടുവരുന്നവനാണ് തീരുമാനിക്കുന്നത്. അവനെ തീരുമാനിക്കുന്നത് ഇവിടെ എയർപോർട്ട് തുടങ്ങണം, അപ്പോൾ സീപോർട്ട് തുടങ്ങണം, അല്ലെങ്കിൽ വേറെ ഇൻഡസ്ട്രി തുടങ്ങണം എന്ന് കൊണ്ടുവരുന്നവനാണ്. അവന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റുകൾ പ്രോജക്റ്റ് തുടങ്ങുന്നതാണ്. മനസ്സിലായില്ലേ? അതിൻ്റെ ഗുണഫലം സാധാരണക്കാർക്ക് ആളുകൾക്ക് കിട്ടുന്നില്ല. എക്കോണമി ഇന്ന് ലോകത്തുള്ള എല്ലാ ഇക്കോണമിയും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള, അല്ലേ, ഇക്വാലിറ്റി ഇൻഇക്വാലിറ്റി. ആ ഗ്യാപ്പ് ഭയങ്കരമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പണം ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇക്വിറ്റബിൾ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്നാണ് ഇക്കോണമിയുടെ ബേസിക് ആയിട്ടുള്ള സംഭവം. സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണം. കിട്ടുന്ന സമ്പത്ത് ഇക്വിറ്റബിളായി നീതിപൂർവമായി ആർക്കാണ് കൊടുക്കേണ്ടത്, അതുകൊണ്ടാണല്ലോ 1000 കോടി ചെലവാക്കുമ്പോൾ 10% SC വിഭാഗത്തിന് കൊടുക്കണം, 2% ട്രൈബ്സിന് കൊടുക്കണം പറയുന്നത്. ഞാനതാണ് കിഫ്ബിയെ എതിർത്തത്. കിഫ്ബി 30,000 കോടി കൊടുത്തു, ചെലവാക്കി മൊത്തം. അത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുള്ള തുക തന്നെയാണ് കൊടുത്തത്. അത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ചെലവാക്കുമായിരുന്നെങ്കിൽ 3000 കോടി SC വിഭാഗത്തിന് കിട്ടുമായിരുന്നു. കിഫ്ബി എന്ന് പറഞ്ഞ് എക്സ്ട്രാ ബജറ്ററി ആയി ആ പണം ചെലവാക്കിയപ്പോൾ എത്രയായി? 3000 കോടി കിട്ടേണ്ട സ്ഥലത്ത് അവർക്ക് കൊടുത്തത് 81 കോടിയാണ്. അപ്പോൾ സൈഡ് ലൈൻഡ് ആയിട്ടില്ല, അല്ലേ, പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തിനെ അഡ്രസ് ചെയ്യേണ്ട പണം പ്ലാനിൽ നിന്ന് പ്രോജക്റ്റിലേക്ക് മാറിയപ്പോൾ അത് പോയി. അവിടെ ആരുമില്ല. അവിടെ പാവപ്പെട്ടവൻ, സാധാരണക്കാരൻ, നമ്മൾ അഡ്രസ് ചെയ്യേണ്ടവൻ, ചേർത്ത് നിർത്തേണ്ടവൻ, ഇവരൊന്നും പ്രോജക്റ്റിലില്ല. പ്രോജക്റ്റിൽ പറ്റുക മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞത് പ്രോജക്റ്റിൻ്റെ അട്രാക്ഷൻ മറ്റോ മാത്രം. അപ്പം നമ്മുടെ ഇക്കോണമി എന്ന് പറയുന്നത് സൂക്ഷ്മതയോടുകൂടി ചെയ്യണം. ഇൻ്റർവെൻഷനാണ്. നമ്മൾ സൂക്ഷ്മതയോടുകൂടി വാച്ച് ചെയ്ത് കൃത്യമായ സമയത്ത് നടത്തുന്ന ഇൻ്റർവെൻഷനാണ്. ഇപ്പോൾ പണ്ട് പറയും നമ്മുടെ ലിക്വിഡിറ്റി ക്രഞ്ച് ഉണ്ടാവും മാർക്കറ്റിൽ. അപ്പോൾ എന്ത് ചെയ്യും? റിസർവ് ബാങ്ക് ഇടപെട്ട് ബാങ്കുകളോട് പറയും നിങ്ങളുടെ CRR നിരക്ക് കുറയ്ക്കാൻ പറയും. അപ്പോൾ CRR നിരക്ക് 0.1 കുറച്ചാൽ മതി. അപ്പോഴേക്ക് ബാങ്കുകളുടെ ഈ 0.1% എല്ലാ ബാങ്കും കൂടി മാർക്കറ്റിലേക്ക്, ഫിനാൻഷ്യൽ മാർക്കറ്റിലേക്ക് പുഷ് ചെയ്യും. അപ്പോൾ മാർക്കറ്റിലെ ലിക്വിഡിറ്റി ക്രഞ്ച് മാറി. ഇപ്പോഴത്തെ സിറ്റുവേഷൻ ചിലപ്പോൾ 3 മാസം കഴിയുമ്പോൾ ഇൻഫ്ലേഷൻ വരും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ സൂക്ഷ്മതയോടുകൂടി നോക്കി കണ്ടിട്ട് പറയും ബാങ്കിൻ്റെ CRR റേറ്റ് ഒന്നും കൂടി കൂട്ടാൻ പറയും. കൂട്ടുമ്പോൾ മാർക്കറ്റിൽ നിന്നും ബാങ്കുകൾ പണം വിഡ്രോ ചെയ്യും. അപ്പോൾ ഇൻഫ്ലേഷൻ പോയി, അവിടെ ലിക്വിഡിറ്റി ക്രഞ്ചല്ല, ഒരു നോർമൽ സിറ്റുവേഷനിലേക്ക് വരും. സൂക്ഷ്മതയോടുകൂടിയുള്ള ഈ ഇക്കണോമിക് ആക്ഷനാണ് നമ്മൾ എന്താ നഷ്ടപ്പെടുന്നത്? നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ഫിസ്ക്കൽ മാനേജ്മെൻറ്റാണ് അവിടെയാണ് നമ്മൾ ഫെയിൽ ചെയ്യുന്നത്. ഫിസ്ക്കൽ മാനേജ്മെൻറ്റ് നമ്മൾ ഫെയിൽ ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, സിസ്റ്റമൈസ് ചെയ്യണം. ടാക്സ് അഡ്മിനിസ്ട്രേഷനെ സിസ്റ്റമൈസ് ചെയ്യണം, ഫിസ്ക്കൽ മാനേജ്മെൻറ്റ് വേണം, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് വേണം, ലീക്കേജ് കംപ്ലീറ്റ് നമുക്ക് ക്ലോസ് ചെയ്യണം. കിട്ടാൻ സാധ്യതയുള്ള, ഇപ്പോൾ കേരളം പോലെ സർവീസ് ഇൻഡസ്ട്രി, ഒരുപാട് സാധ്യതകളുള്ള സംസ്ഥാനമാണ് കേരളം. നേരത്തെ പറഞ്ഞതുപോലെ ഫുഡ് പ്രോസസ്സിങ്, ടൂറിസം,
ഈ പറയുന്ന സൺറൈസ് ഇൻഡസ്ട്രീസ് ഇതിനെല്ലാം ഒരുപാട് സ്കോപ്പുള്ളൊരു സ്റ്റേറ്റാണ്. എഡ്യൂക്കേഷൻ്റെ ഡെസ്റ്റിനേഷൻ പോയിൻ്റാക്കി നമുക്ക് കേരളത്തെ നമുക്ക് മാറ്റാം. നമുക്ക് പോർട്ടുകളെ ഡെവലപ്പ് ചെയ്യാം, എയർപോർട്ടുകളെ ഡെവലപ്പ് ചെയ്യാം. നമ്മുടെ ഇക്കോണമി നമ്മളൊരു എന്താ പറയുന്നത്, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു ടാർഗറ്റ് വെച്ചിട്ട് നമ്മുടെ ഇക്കോണമിയെ ആ ലെവലിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് ശ്രമിക്കണം. നമ്മളെ കൊണ്ട് പറ്റും. കേരളത്തിൽ അത് കഴിയും. കേരളത്തിൽ അതിനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും എല്ലാ പോസിബിലിറ്റീസും ഉണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ ഏകദേശം 1/4 നൂറ്റാണ്ട് കാലത്തോളം വരുന്ന എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറഞ്ഞത്. ഓരോ വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ, ആ വകുപ്പിലെ അലോക്കേഷൻ. ഇപ്പം എന്താ ചെയ്യുന്നത്, ഈ പ്ലാൻ തന്നെ സൈസ് കട്ട് ചെയ്യാണ്. 500 കോടി രൂപ SC യുടെ ഫണ്ട് കട്ട് ചെയ്തു, 112 കോടി രൂപ ST യുടെ കട്ട് ചെയ്തു. നമ്മൾ സ്റ്റാഗ്നേഷനാണ്. കേരളത്തിൻ്റെ ഇക്കോണമിയെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞ അവസരം. ശരിക്ക് ഒരു 5 കൊല്ലം ഒരു ഗവൺമെൻറ് ഭരിക്കുമ്പോൾ നമ്മുടെ ഈ പ്ലാൻ സൈസ് ഇൻക്രീസ് ചെയ്യണം. 20 to 40% ഇൻക്രീസ് ചെയ്യും. അതായത് നമ്മളിപ്പോൾ 100 കോടിയിലാണ് തുടങ്ങുന്നതെങ്കിൽ 5 കൊല്ലം കഴിയുമ്പോൾ അത് ഒരു 130 കോടിയോ അല്ലെങ്കിൽ 150 കോടിയോ ആയി വർദ്ധിക്കും. കേരളത്തിൻ്റെ സ്ഥിതി എന്താ പറയുക, 19-20 27,000 കോടിയാണ്. അത് നമുക്ക് അറിയാം, പാൻഡമിക് സിറ്റുവേഷൻ പോട്ടെ. 20-21 30,000 കോടി, 21-22 30,000 കോടിയാണ്, 22-23 30,000 കോടിയാണ്, 22-23-24 ഒക്കെ ഇത് തന്നെ 30,000 കോടിയാണ്. പ്ലാൻ സൈസ് വർദ്ധിക്കുന്നില്ല. അപ്പോൾ ചിലവാക്കുന്ന പണം കുറയാണ്. എന്നിട്ടാണ് ഇത്രയും പ്രശ്നം. എന്നിട്ട് ഈ പ്ലാൻ, ഈ 30,000 കോടി 5 കൊല്ലം കൊണ്ട് ഇത് 50,000 കോടി ആവേണ്ടതാണ്. അതിൽ നിന്ന് കട്ട് ചെയ്യാണ്, പ്ലാൻ കട്ട് ചെയ്യാണ്, 40% കട്ട് ചെയ്യാണ്. അപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ തീരദേശ പാക്കേജ് 12,000 കോടി രൂപ പ്രഖ്യാപിക്കുമ്പോൾ നല്ല രസം, കൈയടിക്കുക. 5 പൈസ ചിലവാക്കിയിട്ടില്ല. ഇടുക്കി പാക്കേജ് 5,000 കോടി, ഇടുക്കിക്കാർ ബോധം കിട്ടി വീണ് കാണും, പക്ഷെ ഒറ്റ പൈസ ചിലവാക്കിയിട്ടില്ല. വയനാട് പാക്കേജ് 5,000 കോടി ചിലവാക്കി, പൈസ ഇല്ല. ഖജനാവിൽ പൈസ ഇല്ല. ട്രഷറി എന്ന് പറയുന്ന പൈസ ഇല്ല. ട്രഷറി മാനേജ്മെൻറ്റ് ഈസ് വെരി ബാഡ്. ഞാൻ ഇപ്പോഴത്തെ ഗവൺമെൻറ് മാത്രമല്ല, നിങ്ങൾ അതിനൊരു പൊളിറ്റിക്കലായിട്ട് എടുക്കണ്ട. അത് ട്രഷറി മാനേജ്മെൻറ്റ് ഇങ്ങനെയല്ല, ഫിസ്ക്കൽ മാനേജ്മെൻറ്റ് ഇങ്ങനെയല്ല, ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെയല്ല. ഇതാണ് കേരളത്തിൻ്റെ വെല്ലുവിളി. പക്ഷേ നിരാശപ്പെടേണ്ട, നല്ല സാധ്യതകളുള്ള ഏറ്റവും മികച്ച സംസ്ഥാനമാക്കി ഇന്ത്യയെ മാറ്റാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഞാൻ ബോറടിപ്പിച്ചെങ്കിൽ എന്നെ ക്ഷമിക്കണം. സമയം ഇവർ പറഞ്ഞതിൻ്റെ സമയമൊക്കെ കടന്നുപോയി. ഇങ്ങനെ സംസാരിക്കാൻ അവസരം നൽകിയതിൽ പ്രത്യേകമായ നന്ദി. നിങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരുന്നതിന് ഇല്ല, ഞാൻ നേരത്തെ നിർത്തിപ്പോയതിന്. നിങ്ങൾ കേട്ടിരുന്നാണ് കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത്, സമയം നീണ്ടുപോയത്. നിങ്ങൾ ഭയങ്കര റെസ്പോൺസായിരുന്നു. ഓരോന്നിനും തല കുലുക്കിക്കൊണ്ടിരുന്നതുകൊണ്ട് ഞാനിങ്ങനെ അറിയാതെ പറഞ്ഞു പോയി. സോറി ഏതാ, നിങ്ങൾ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞ സമയത്ത് നിർത്താൻ പറ്റിയില്ല. വീണ്ടും ജനിച്ചതായിട്ടാണ് ഞങ്ങൾക്ക് Thank you very much, sir. Short interaction. We now open the floor for a brief question and answer session. One question per person, please. ശ്രീ VD സതീശനെ ഒരു മിനിറ്റ്. എല്ലാവരും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ളവരൊന്ന് നേരത്തെ പ്രിപ്പയർ ചെയ്യണം. ഒരാൾ ഒരു ക്വസ്റ്റ്യനെ ചോദിക്കാവുള്ളൂ. ചിലർ 2-3 ക്വസ്റ്റ്യൻസ് ചോദിച്ചു വന്നു, ആൻസറും അതനുസരിച്ച് നീണ്ടുപോകും. നമുക്ക് സമയം അധികമില്ല. So അതുകൊണ്ട് please keep that in mind. I know that the topic was very interesting and he spoke very well. We all have a lot of hope for the future. Definitely we are not restricting questions, but please keep that in mind. Thank you. ശ്രീ VD സതീശനെ കഴിഞ്ഞ 25 വർഷമായി ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ MLA ആയി കണ്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഇവിടെ ഇപ്പോ പറഞ്ഞ സ്വപ്നങ്ങൾ ഞാൻ അതിന്റെ വിശദാംശത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഒറ്റ കാര്യം, അങ്ങ് ഇവിടെ വിവരിച്ച ഈ സാമ്പത്തിക മാനേജ്മെന്റ് അങ്ങ് അടുത്ത മുഖ്യമന്ത്രിയാണ് എന്ന് വിചാരിക്കുക. പ്രയോറിറ്റി കൊടുക്കുന്ന 1, 2, 3 എന്തൊക്കെയാണെന്ന് ചെറുതായിട്ട് വിവരിച്ചപ്പോൾ. മറ്റേ ആ സാങ്കല്പിക ചോദ്യം ഞാൻ കേട്ടില്ല. എന്താണ് ഓൾട്ടർനേറ്റീവ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓൾട്ടർനേറ്റീവ് ഫസ്റ്റ് ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം ഇംപ്രൂവ് ചെയ്യണം, മാക്സിമം ടാക്സ് കളക്ഷൻ നടത്തുക,
ടാക്സിന്റെ നെറ്റ്വർക്ക് കംപ്ലീറ്റ് ആയിട്ട് വർദ്ധിപ്പിക്കുക, ലീക്കേജ് തടയുക, വരുമാനം കൂട്ടിയിട്ട് നല്ല കാര്യങ്ങൾ ആളുകൾക്ക് ചെയ്തു കൊടുക്കുക, ഏറ്റവും സാധാരണക്കാർക്ക് ചെയ്തു കൊടുക്കുക മാന്യമായിട്ട്. അത് തന്നെ നമുക്ക് ഓൾട്ടർനേറ്റീവ് ഉണ്ട് നന്നായിട്ട്. സർ, സ്പീച്ച് വളരെ നന്നായിരുന്നു, വളരെ എഡ്യൂക്കേറ്റീവ് ആയിരുന്നു, വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. എൻ്റെ ഒരു ക്വയറി ഉള്ളത്, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇത്രയധികം ഇൻഡക്റ്റഡാണ്, പക്ഷെ അതിൻ്റെ ഇൻട്രസ്റ്റ് തന്നെ ഇത്രയധികം വരും. വെദർ ദ ഗവൺമെൻറ് ഈസ് എബിൾ ടു സർവീസ് ദ ഇൻട്രസ്റ്റ് നൗ. അതൊരു പറ്റാത്ത, വളരെ റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറ്റില്ല, ഹ്യൂജ് ഇൻട്രസ്റ്റ് ആണ്. കാരണം സാധാരണക്കാരന് കൊടുക്കേണ്ട പൈസയാണ്, അവർക്ക് വെൽഫെയർ സ്കീംസ് ആയിട്ടും മറ്റു കാര്യങ്ങളുമായിട്ടും കൊടുക്കേണ്ട പണമെടുത്തിട്ടാണ് ഈ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മാവേലി സ്റ്റോറിൽ സബ്സിഡി ഉള്ള സാധനം ഇപ്പൊ ഇൻഫ്ലേഷൻ ഉണ്ടായി, ഭയങ്കരമായിട്ട് വിലക്കയറ്റം ഉണ്ടായി. വിലക്കയറ്റം വരുമ്പോൾ വിലക്കയറ്റത്തെ തടുത്തു നിർത്താനാണ് ഗവൺമെന്റ് സബ്സിഡി കൊടുത്ത് മാവേലി സ്റ്റോറിൽ കൂടി എസൻഷ്യൽ കമ്മോഡിറ്റീസ് കൊടുക്കുന്നത്. അവിടെ ഇല്ല. സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ലെങ്കിൽ എവിടെ പോകും സാധാരണക്കാരൻ? അപ്പൊ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഓർഗാനിക് ആയിട്ടുള്ളതും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്രൈസ് റൈസിനെ കൺട്രോൾ ചെയ്യാൻ ഗവൺമെന്റിന് കഴിയുന്നില്ല, ഫെയിൽ ചെയ്യാണ്. മേജറായിട്ടുള്ള ഏരിയയിൽ ഗവൺമെന്റ് ഫെയിൽ ചെയ്യാണ്. ഈ സാമ്പത്തിക ഭാരം കാരണം പല കാര്യങ്ങളിൽ നിന്ന് വിഡ്രോ ചെയ്യാണ്, പ്ലാൻ കട്ട് ചെയ്യാണ്, ഒരുപാട് സ്കീംസ് ഇല്ലാതാവുക. അപ്പോൾ റോഡ് പണിത കോൺട്രാക്ടർക്ക് പൈസ കൊടുക്കുന്നില്ല. ഇപ്പൊ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും പൈപ്പ് ലൈൻ കൊടുക്കാൻ പറ്റാവുന്ന ജലജീവൻ മിഷൻ ഉണ്ട്, കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നത്. അതിന്റെ പോർഷൻ നമ്മൾ കൊടുക്കണം. 4500 കോടി കോൺട്രാക്ടർ കൊടുക്കാനുണ്ട്. ആ പ്രോജക്റ്റോടെ കിടക്കാം. ഇഷ്ടംപോലെ എനിക്ക് എണ്ണിയാലോട് നോക്കുക. ഇതെല്ലാം സഫർ ചെയ്യാണ്, ഒരുപാട് ഏരിയ സഫർ ചെയ്യാണ്. അവസാനം നമുക്ക് സാധാരണ ഒരു കുടുംബത്തിൽ വരവറിയാതെ ചെലവ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ എല്ലാം മേടിക്കും, എല്ലാ സാധനവും മേടിക്കും, കടം മേടിക്കും, എല്ലാ ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടും. 99 രൂപയ്ക്ക് ഒരു കാറ് കിട്ടും. ഇപ്പോൾ അറിയില്ലേ? ഞാൻ ഇന്നാളൊരു പരസ്യം കണ്ട, 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 1 രൂപ തിരിച്ചു തരും, ഒരു കാറ് കൊണ്ടുപോകാം. പോന്ന വഴിക്ക് 5-6 പേപ്പറിലൊക്കെ ഒപ്പിട്ട് കൊടുക്കണം. നമ്മൾ വീട്ടിൽ ചെന്ന് 99 രൂപയ്ക്ക് കാറും മേടിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇൻസ്റ്റാൾമെൻറ്റുകാരൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, പൈസ മാസം മാസം അടയ്ക്കണം. അവസാനം വീട്ടിൽ വന്ന് ഇൻസ്റ്റാൾമെൻറ്റുകാർ ചീത്ത പറഞ്ഞ് ഭാര്യയെ, വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ ദ്വയാർത്ഥത്തിൽ മോശമായിട്ട് പറയുമ്പോൾ എളുപ്പ വഴിയാണ് ഐസ്ക്രീം മേടിച്ചുകൊണ്ടിരിക്കുക, എല്ലാവർക്കും വിഷം കലക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ പിള്ളേരെ എടുത്ത് കിണറ്റിലിട്ടുക, എന്നിട്ട് കിണറ്റിലേക്ക് ചാടുക, ആത്മഹത്യ നടത്തുക. ഇത് ചില കുടുംബങ്ങളിൽ സംഭവിക്കുന്ന ദുരന്തമാണ്. ആ ദുരന്തത്തിലേക്കാണ് സ്റ്റേറ്റ് പോകുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു. Good evening. For the rest of you, pardon me, I like to speak in English. It's better. It's been 40 years since we saw each other. We used to go to college together. So I live primarily abroad, right?